ഷമീം ഓക്കെ അല്ലേ? എന്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങാം. ഷമീം ഓക്കെ? തുടങ്ങാം സാർ, തുടങ്ങാം. താങ്ക് യു. ഗുഡ് ഈവനിങ്. ബാർ കൗൺസിൽ ഓഫ് കേരള സെമിനാർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 55 ദിവസമായി കണ്ടിന്യൂസ് ആയി നടന്നു വരുന്ന ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ 55ാമത്തെ ദിവസമാണ് ഇന്ന് എലിമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന വിഷയത്തിലാണ് ട്രിവാൻഡ്രത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ശ്രീ പി കൃഷ്ണകുമാർ സാറ് നമ്മളോട് അദ്ദേഹത്തിന്റെ നോളജ് ഷെയർ ചെയ്യുന്നു. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് നമ്മുടെ LLB പഠനകാലത്ത് കേവലമായിട്ടുള്ള ഒരു സിലബസ് സബ്ജക്റ്റ് ആയിട്ടാണ് കൂടുതൽ അഭിഭാഷകരും പഠിച്ചിട്ടുണ്ടാകും. അതിനേക്കാൾ അത് ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേദി നമ്മുടെ കോടതികളാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് തീർച്ചയായും സാറുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് നമ്മുടെ അഭിഭാഷകർക്ക് നമ്മുടെ നോളജ് പരസ്പരം ഷെയർ ചെയ്യാനും അതിന് ഒരു ഇന്ററാക്ഷൻ നടത്തുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞതും അങ്ങനെ ആ ഒരു സബ്ജക്ട് നമുക്ക് സെലക്ട് ചെയ്യാനും കാരണമായി. സാറ് തിരുവനന്തപുരം ലോ കോളേജിലാണ് നിയമപഠനം പൂർത്തിയാക്കി. ആലപ്പുഴയിലും പിന്നീട് തുടർന്ന് ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്തു. ഡയറക്ടറായിട്ട് ഡിസ്ട്രിക്ട് ജഡ്ജായി അഭിഭാഷകർക്കിടയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്നു. സാറ് പ്രത്യേക അധികാരങ്ങളുള്ള ചില കോടതികളുടെ എല്ലാം ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോ കൊല്ലത്ത് പ്രിൻസിപ്പൽ ജഡ്ജിയായിരിക്കുമ്പോഴാണ് ട്രിവാൻഡ്രത്തേക്ക് സാറ് ട്രാൻസ്ഫർ ആയി വരുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് എന്ന ചുമതല സാറ് നിർവഹിച്ചു വരികയാണ്. സാറിന് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഒരു ഫാക്കൽറ്റി അംഗമായി അല്ലെങ്കിൽ നമുക്ക് നോളജ് ഷെയർ ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ സാറ് ആദ്യമായാണ് BCKയുമായി സഹകരിക്കുന്നത്. സാറിനെ ഏറെ ആദരവോടുകൂടി ഞാൻ നമ്മുടെ പാർട്ടിസിപ്പൻസിന് വേണ്ടി ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ബാർ കൗൺസിലിന്റെ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ സാറ്, അതുപോലെ ശ്രീ രാമൻകുട്ടി സാർ, ഷറഫുദ്ദീൻ സാർ, മൊയ്തീൻ സാർ, നമ്മുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ കുമാർ സാർ, മനോജ് കുമാർ സാർ, അഡീഷണൽ AG കൂടി ആയിട്ടുള്ള നമ്മുടെ ശ്രീ KP ജയചന്ദ്രൻ സാർ, മുൻ ബാർ കൗൺസിൽ ചെയർമാൻമാർ അടക്കമുള്ള എല്ലാ സീനിയർ ബാർ കൗൺസിൽ മെമ്പേഴ്സും അതുപോലെ നിലവിലുള്ള ബാർ കൗൺസിൽ എല്ലാ അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ വളരെയധികം രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യപൂർവ്വം എല്ലാ ദിവസവും നമ്മുടെ ഈ പാർട്ടിസിപ്പൻസായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സീനിയർ അഭിഭാഷകർ മുതൽ നമ്മുടെ 2021 എൻറോൾ ചെയ്ത ജൂനിയേഴ്സ് വരെ ഉണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഷമീം, നമ്മുടെ ടെക്നിക്കൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ ഷമീം, അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ശിവരാമൻ, ബാർ കൗൺസിലിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സബ്ജക്ട് എടുക്കാമെന്ന് സാറിനെ വിനയപുരസരം കൃഷ്ണകുമാർ സാറിനെ അറിയിക്കുകയാണ്. സാർ പ്ലീസ് സാർ. Okay, thank you Pramod. First of all, I sincerely express my deep gratitude to the Seminar Committee of Bar Council of Kerala to give me this wonderful opportunity. Now itself there are more than 300 participants and this is a great occasion for me to share something which is in my mind. And I wish to sincerely and with open mind, I wish to say that I know only the basics of this interpretation of statute, and that is why when Pramod asked me to suggest the topic, I started with the word elementary principles of interpretation of statutes. Elementary principle means basic principles. So I am taking your leave to say that if I went wrong, please forgive me, because I know the topic not in depth, just its periphery. So my attempt is also to touch and explain certain aspects, and particularly when I have only 1 hour time, it may not be possible to cover this big topic. And let us begin with the concept interpretation of statutes. Most of the lawyers, when they start their journey as a lawyer, ask a question. I ask this question to myself: why this statute is made so complex? Why can't it be plain, clear, and all-encompassing? Why should it be left to the interpretation of courts? This question might have troubled you as well. You might have asked this question on multiple occasions. It is because no legislation can be made to suit all future needs. It is impossible to make a provision all-encompassing and covering all the future
consequences or all the future situations. That is one of the reasons why we need to depend upon the interpretation given by the courts on each statute. I will just explain this concept because first of all, I want to explain that my lecture class, this is not a lecture class, just sharing some thoughts, and it is aimed to junior lawyers. I have seen few senior lawyers here, so it is actually meant for the juniors and others. Senior lawyers, they are using this every day. They know the principles, but of course, some principles may be foreign to them, or they might have forgotten it. And if I am able to remind them, my purpose is served. So let us start with the question: why the statute is so complex? Let me explain it with an explanation. Just for example, we can take section 125 of the CRPC. I heard once a student of law ask a question. Sir, എന്താണ് ഇത് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം. എന്താണ് സാർ ഇത് വളരെ നിസ്സാരമായിട്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ പോലെ? Every married lady, every married woman is entitled to get maintenance from her husband or father. She can approach the nearest magistrate court where she resides or where the marriage was taken place. The father or the husband, wife in the case of husband, kuttiകളുടെ കേസിൽ father, husband is bound to provide maintenance to her. ഇങ്ങനെയാക്കിയാൽ എന്താണ്? അതിന് പകരം എന്തിനാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ഇത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു പ്രൊവിഷൻ എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ വരുന്ന ചില രസകരമായ കോൺസിക്വൻസ് ഞാൻ പറയാം. എ മാരീഡ് ലേഡി എന്ന് നമ്മൾ പറയുന്നു. Then a question may come that a married lady, the term married lady, whether it includes formerly married and now divorced. So then it should be explained. Suppose a lawmaker attempts to explain it in a simple term that either married or divorced. Then again, another question may crop in. Married, even if divorced, it is okay. But suppose the marriage is void, then what will be the consequence? Then again, the lawmaker has to explain that it must be a valid marriage, or no, it should not be a void marriage. Again, another question may come that even if the marriage is not void, but it is voidable or irregular, then what will be the consequence? So this is the difficulty we face in legislations. Or even otherwise, when the term maintenance is used without interpretation or without judicial interpretation, how can we explain the concept if the word maintenance is defined in the statute? That definition itself may create some doubt. Whether it include all necessary amenities for the lady, including her travel expenses, study, maintenance of children, everything. That is the reason why we need interpretation. I am starting with this because we need to know the reason why we have to rely on the principles of interpretation. In short, no law can be so plain, so clear, or all encompassing. Every statute is bound to be unclear, confusing, to a certain extent confusing, or not exhaustive. That is the reason why this field of law is developed. Let us start with the basic principle that is called intention of legislature. We all know it. When the question of interpretation comes, we should go by the very fundamental rule is that we should go by the intention of the legislature. But the question is how we should know the intention of legislature. That we will discuss in detail in the later part of this discussion. So there is a very famous quotation by an Australian high court judge, that is, judges do not have a choice between implementing the law and disobeying it. You heard it. The judges do not have a choice between implementing the law and disobeying it. Its meaning is that by taking the freedom of interpretation, court should not go and
distort the law by interpretation and disobey it. So this particular quotation is from this quotation, the gist of the fundamental rule of legislative intention and the other literal rule of interpretation. It is clear that we should not go to the extreme situation. By interpreting the process, we should not take a U-turn and distort the law. The other aspect which we used to say is that we should read the statutory provision as a whole, or when we are in doubt as to the basic concept of or a particular the meaning of a particular term, we should not interpret it in isolation. It should be read or understood in the context in which it is used in the entire statute, or the object with which that word is used, or the purpose for which that particular term is enacted. This is clear. For explaining this proposition, I will guide you through certain legal, decided cases. It is necessary because the one of the most fundamental principles is that every word has complex meaning, different meaning. When we go through a dictionary, നമ്മൾ വെറുതെ ഒരു ഡിക്ഷണറി മറിച്ച് നോക്കിയാൽ തന്നെ കാണാം ഏത് വാക്കുകൾക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന മീനിങ്ങിൽ നിന്ന് ഇത് പോയി ഈവൻ ഓപ്പോസിറ്റ് മീനിങ്ങിൽ വരെ വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോൺട്രണിം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. കോൺട്രണിം മീൻസ് ഒരു വാക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം വരെ അതിനകത്ത് വരാം. അപ്പോ ഫോർ എക്സാമ്പിൾ സാങ്ഷൻ, വി യൂസ് ദ വേർഡ് സാങ്ഷൻ ഇൻ വേരിയസ് സിറ്റുവേഷൻ. സാങ്ഷൻ ഹാസ് ദ മീനിങ് പെർമിഷൻ എന്ന മീനിങ്ങും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ദ മീനിങ് പ്രൊഹിബിഷൻ. സാങ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് അതുകൊണ്ട്. അപ്പോൾ ഇതാണ് വാക്കുകളുടെ അർത്ഥത്തിൽ വരുന്ന വേരിയേഷൻ. 0 to 100 എന്ന് പറയുന്ന പോലെ എങ്ങനെ വേണമെങ്കിൽ വേരി ചെയ്യാം. ദിസ് ബീയിങ് ദ സിറ്റുവേഷൻ, one of the fundamental rules is that we should read in order to understand a particular term, which is a complex term. If we feel that it is a complex term, we should understand it in the whole context in which it is used in the statute. This can be explained with a passage from a decision by the Honorable Supreme Court. Let me read it because it is very relevant. Anyway, that I will come back to that. Before that, most of us are frequently using the jurisdiction of criminal courts for releasing vehicles or properties produced before the court, isn't it? So when during investigation, when a property or a vehicle or something is produced before a court, I'm asking a question to one of the participants. Please answer, any one of you, a junior lawyer preferably. During the course of investigation, if a vehicle is produced before the court as seized by the investigating officer, which provision should be used for getting it released to the owner of the vehicle for its interim custody? Which is the provision we normally use? Will you please unmute and answer me? Pramod പറഞ്ഞാലും മതി. പ്രമോദ് unmute ആയിട്ടിരിക്കുകയാണല്ലോ. Answer is correct. One answer is there in the chat box. 451. Yes. 451. 451. Of course, 451. No doubt about it. Most of us apply this whenever such a situation comes. But please read section 451. If you have that book in front of you, please read that provision. For your convenience, I will read the relevant area. In 451, the term investigation is completely absent. When a property is produced before the criminal court during any inquiry or trial, the word used is during inquiry or trial. So, when any property is seized by the police and produced before the court,
during inquiry or trial, we can resort to section 451 CRPC. But the provision does not permit us to approach the court for releasing the vehicle if it is produced during investigation. Isn't it? It is a plain meaning of that provision. If we go to section 452, 452 can be used only when the case is disposed of, finally disposed of. Then another provision available in the code is section 457. I expected that because in some part of Kerala, some district, they used to title the application under 457. In southern part, we usually invoke section 451. If we go through section 457, we can see that there also the term used is during inquiry or trial. I'll read 457 as well. When the property is produced before the court during inquiry or trial. But it is drafted in a very curious manner. And such property is not produced before the criminal court during an inquiry or trial. The magistrate may make such an order as it thinks fit. I'm not audible. Net point. Sir, Krishna, sir. I lost my net connection. I had Wi-Fi connected. Wi-Fi exhausted. Okay. So we stopped at section 457. 457 പറയുന്നത് എൻക്വയറിയിലോ ട്രയലിലോ കോടതിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്ത പ്രോപ്പർട്ടി ആണെങ്കിൽ 457 ഉപയോഗിക്കാമെന്നാണ് അല്ലേ? അങ്ങനെയാണ് അതിലെ വാക്കുകൾ, സംശയമില്ല കാര്യം. അപ്പോൾ ദിസ് സിറ്റുവേഷൻ വാസ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ കേരള ഹൈക്കോർട്ട് at first in 1978 before Justice Narayana Pilla, and later it was mooted before Justice Shankaran Nair, and ultimately a division bench was also considered the same issue. Very curiously, the first two single judges, there was a divergence illa, adime parayam ikkaryattil divergence illa, but the way in which both these the division bench and single judges approach the provision is very curious, and it explains the purpose or the concept that how a term has to be analyzed or interpreted within the whole context of that chapter or the statute. In order to explain that particular concept, I am referring to this provision. When this matter was brought to the attention of the single benches, they took a very interesting interpretation. അവർ പറഞ്ഞത് 457 not produced before the magistrate during inquiry or investigation എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ലിറ്ററൽ മീനിങ്ങിൽ എടുക്കരുത്. ലിറ്ററൽ മീനിങ്ങിൽ എടുത്താൽ that will make section 451 absurd. അവർ പറഞ്ഞത് 451നെയും 452ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോട്ട് പ്രൊഡ്യൂസ്ഡ് എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്നത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിലല്ല, പകരം ഈ വെഹിക്കിൾ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി എൻക്വയറിയിലോ ട്രയലിലോ അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തത് എന്ന അർത്ഥത്തിൽ ആണ് എടുക്കേണ്ടത്. അതായത് എൻക്വയറിയിലോ ട്രയലിലോ അല്ല പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ? 451 പറയുന്നു
if the property is produced during inquiry or trial. 452 will പറയുന്നു after the conclusion of the trial എന്ന് പറയുന്നു, അത് 452 applicable അല്ല. അപ്പോൾ 457 has to, the High Court found that the 457 has to be interpreted in such a manner that though the term used is 451, the term used is that not produced during inquiry or trial, it should not be understood in its literal sense. ഞാൻ ആ ഒരു വരി മാത്രം ഒന്ന് വായിക്കാം. From the reading of various provisions of chapter 34, it would indicate that the court is competent to give interim custody of the property even though the case was in the investigation stage. That is the finding reached by the division bench. Interestingly, the single bench took another view by saying that the expression is not produced before the criminal court during inquiry or trial can be read only as a qualifying clause excluding the categories dealt with under section 451 and 452. So the usage of the word not produced during inquiry or trial is not to exclude application of that provision in cases where property is actually produced, but to exclude the category of cases which are mentioned in 451 and 452. That is why it is said it can be read only as a qualifying clause excluding the category of cases under 451 and 452. But the division bench took another view and ultimately reached the same conclusion. Here, the single bench, both the single benches took the conclusion that these words are to be read not in isolation, but in the context of the entire chapter. And then the not produced എന്നുള്ളതിന് ഇങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്ത സാഹചര്യത്തെ ക്വാളിഫൈ ചെയ്യാനാണ്, അല്ലാതെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ ക്വാളിഫൈ ചെയ്യാനല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡിവിഷൻ ബെഞ്ച് മറ്റൊരു വളരെ ഈസിയർ വേ ഔട്ട് കണ്ടെത്തി. എൻക്വയറി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എൻക്വയറിയും അതിനു മുമ്പുള്ള ഏത് പ്രൊസീഡിങ്സിനെയും ഉൾക്കൊള്ളിക്കാനാണ്. എനി പ്രൊസീഡിങ് അപ് ടു ദ സ്റ്റേജ് ഓഫ് എൻക്വയറി എന്ന നിലയിൽ അതിനെ കാണാൻ പറ്റൂ. കാരണം അതിന് വേറെ റീസൺ കൊടുത്തു. The courts are vested with superintending or supervising jurisdiction over the police. So when police seizes any property or any matter, naturally the court has got control over it, and it is the court which has to take an ultimate decision. Then the court, the individual who is affected by this act should not be left without any remedy, for which all-encompassing provisions are made in chapter 34. That is why 450, the provision, the word enquiry used in section 451 should be read as to include investigation itself. അവിടെ ഡിവിഷൻ ബെഞ്ച് എടുത്ത തീരുമാനം അതിന് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതിന് പകരം പർപ്പസീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, ഞാൻ അതിന്റെ രണ്ടിന്റെ സൈറ്റേഷൻ പെട്ടെന്നൊന്ന് പറയാം. 1987 1 KLT 513 ആണ് ഡിവിഷൻ ബെഞ്ച്. 1987 1 KLT 513. ജസ്റ്റിസ് ശങ്കരൻ നായർ സാറിന്റെ ഡിസിഷൻ 1987 1 KLT 82. അതിൽ തന്നെ 78 ഡിസിഷനും ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എങ്ങനെയാണ് ഐസൊലേഷനിൽ അത് വായിക്കാതെ ആ ചാപ്റ്ററിന്റെ ഹോൾ മീനിങ്ങിൽ അത് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ബ്രോഡ് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അടുത്ത ഇഷ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ എക്സ്ട്രീംലി ഡിഫറെന്റ് വേ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് എടുത്തതെങ്കിലും both the benches reached to a same conclusion, because one bench gave a literal interpretation with slight modification for giving effect to it. The other bench gave a wider meaning or a liberal interpretation. And the next principle of interpretation is that that is regarding certain special aspects like technical terms. When certain technical terms or legal terms are used, always lawyers are confused when certain terms are used in a new statute. Particularly this kind of issues arises in the case of new statutes. നമുക്ക് പരിചയമുള്ള CPC CRPC പോലുള്ളത് ഒക്കെ ഉപരി പുതിയ സ്റ്റാറ്റ്യൂട്ടുകൾ വരുമ്പോഴാണ് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറ്. അവിടെ
ടെക്നിക്കൽ ടേംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഡിക്ഷണറി മീനിങ് നോക്കി പോകുന്നതിൽ അർത്ഥമില്ല. അത് സുപ്രീം കോടതി പലപ്പോഴും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺലി നമ്മൾ ഓർഡിനറി കോണ്ടക്സ്റ്റിലുള്ള വാക്കുകൾക്ക് ഡിക്ഷണറി മീനിങ് വെച്ച് ഇന്റർപ്രിട്ടേഷനോ മറ്റു കാര്യങ്ങൾക്ക് പോകാവൂ. അതർവൈസ് ടെക്നിക്കൽ സെൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണെങ്കിൽ ആ ടെക്നിക്കൽ സെൻസിൽ തന്നെ അതിനെ ഉപയോഗിക്കണം. അവിടെ ഡിക്ഷണറി മീനിങ് കൊണ്ട് അതിനെ മാറ്റാൻ നോക്കരുത്. പലപ്പോഴും ഡിക്ഷണറി മീനിങ് അല്പം വ്യത്യസ്തമായിരുന്നു. ഇത് 1998 AR 1998 സുപ്രീം കോർട്ട് പേജ് 7 ഇന്ദർ സിംഗ് കേസിൽ ഇത് വളരെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും പ്രാക്ടീസിങ് ലോയേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകൾ, ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ അത് സയന്റിഫിക് ആയിരിക്കണം എന്നില്ല, പർട്ടിക്കുലർ ലീഗൽ ടേം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ലീഗൽ ടേമിൽ തന്നെ വേണം പോകാൻ, അല്ലാതെ അതിൽ നിന്ന് മാറും. So when we are in a doubt about the words of statute, understand it in the same way which gives the best possible result considering the object of the total object of the statute, rather than giving effect to that particular interpretation which gives effect to the particular word or that particular context. An interpretation which gives the effect reflect the object of the whole statute. That should be favored. And now we can go to the very famous rule of construction, that is harmonious construction of statute. That when a particular statutory provision is going against another statute, or when a particular provision in a statute is a little bit contrary or seems to be contrary to another statutory provision in the very same statute, always we are familiar that the courts will try to harmonize these two provisions and to take an interpretation which helps which gives effect to both these provisions. പലപ്പോഴും നമ്മൾ ഈ സിറ്റുവേഷൻ നേരിടാറുണ്ട്. കോടതിയിൽ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം വാദം പറയുമ്പോൾ പറയും, ഇങ്ങനെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടേം ഇതാണ്, അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കണം എന്ന് പറയും. പക്ഷെ ആ മീനിങ് അതിന് കൊടുത്താൽ ഇതേ സ്റ്റാറ്റ്യൂട്ടിലെ മറ്റൊരു പ്രൊവിഷന്റെ അർത്ഥം ആ പ്രൊവിഷന് അർത്ഥമില്ലാതാവില്ല, അതിന്റെ വ്യാപ്തി വല്ലാതെ ചുരുങ്ങും. അപ്പോൾ ഹാർമോണിയസ് ഇന്റർപ്രിട്ടേഷൻ always helps the court and litigants to harmonize both these provisions and to give meaning to both the limbs of the provisions, or even different provisions and different provisions in the different statutes. അപ്പോൾ ഓരോ ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻസിനും മാക്സിമം ഇഫക്റ്റ് കൊടുക്കത്തക്ക വിധത്തിൽ അത് എങ്ങനെയാണ് അതിന്റെ എല്ലാ മീനിങ്ങോടെയും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഏത് ഇന്റർപ്രിട്ടേഷൻ ആണോ ഹെൽപ്പ് ചെയ്യുന്നത് അതെടുക്കുക, അല്ലാതെ ഒന്നും മറ്റൊന്നിനെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എടുക്കാതെ പോകണം എന്നതാണിത്. അതെല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. You are familiar with the provision under section 68 of the Evidence Act. Section 68 says, in the case of will പോലുള്ള ഡോക്യുമെന്റുകളുടെ കാര്യത്തിൽ അറ്റസ്റ്റേഷനെ സംബന്ധിച്ച് റൂൾ ഓഫ് അതാണ് എങ്ങനെയാണ് അറ്റസ്റ്റേഷൻ പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോ വില്ല് മാത്രമല്ല, ഗിഫ്റ്റ് വരും, മോർഗേജ് വരും. അറ്റസ്റ്റേഷൻ വേണമെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ബൈ when the execution is denied, at least by examining by examining at least one of the witnesses. അതാണല്ലോ പറയുന്നത്. വിറ്റ്നസസിൽ ഒരാളെയെങ്കിലും വിസ്തരിച്ചുകൊണ്ടായിരിക്കണം ഇത് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോ ഒരു ഡൈക്കോട്ടമി അറൈസ് when section 63C of the Indian Succession Act. Indian Succession Actലെ section 63 ഡീൽ ചെയ്യുന്നത് വില്ലിനെ സംബന്ധിച്ച് തന്നെയാണ്. 68 ജനറൽ ആണ്. 68 എന്ന് പറയുന്നത് വിൽ ഉൾപ്പെടെയുള്ള അറ്റസ്റ്റേഷൻ വേണ്ട സാഹചര്യങ്ങളിൽ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഡിലേ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 63 is very specific as to will. 63C says, നിങ്ങൾക്കറിയാലോ, ഒരാൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 അറ്റസ്റ്റന്റ് വിറ്റ്നസസ് അവർ ഓരോരുത്തരും ഈ എക്സിക്യൂട്ട് ചെയ്ത ആൾ ഒപ്പിടുന്നത് കണ്ടിരിക്കണം. ഒപ്പിടുന്നത് അല്ലെങ്കിൽ അതിന്റെ സൈൻ അഫിക്സ് ചെയ്ത് കണ്ടിരിക്കണം. നിർബന്ധമായിട്ടും 2 പേരും ഇത് കണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇനി കണ്ടില്ലെങ്കിലും ഈ ഒപ്പിട്ട മെയിൻ ആയിട്ട് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത ആള് അത് അക്നോളജ് ചെയ്തിരിക്കണം മറ്റേയാളുടെ മുമ്പിൽ വെച്ച്. അപ്പോ 63C-യുടെ പർപ്പസ് ഡിഫറൻസ് എവിടെയാന്ന് വെച്ചാൽ 63C mandates that both these components are necessary. അതായത് 2 വിറ്റ്നസും
കാണണം, മറ്റേയാൾ എക്സിക്യൂട്ട് ചെയ്തത് കാണണം, അല്ലെങ്കിൽ അയാൾ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് അയാൾ അക്നോളജ് ചെയ്തത് അവർ കേട്ടിരിക്കണം, അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതി അത് വെരി റീസെന്റ് ഇൻ 2019 ഡിസിഷൻ ബൈ ഫ്ലോർഷിപ്പ് ജസ്റ്റിസ് ഹരിപ്രസാദ് ആൻഡ് അനിൽകുമാർ സർ. അവർ രണ്ടുപേരുടെയും കൂടെ നിങ്ങൾക്ക് അത് കിട്ടും. എന്റെ റെഡ്ലി എന്റെ സൈറ്റേഷൻ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. അതില് ഈ ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. അപ്പൊ അവിടെ വന്ന ക്വസ്റ്റ്യൻ ഇതാണ്: 68 പറയുന്നത് ശരിയാണ്, ഒരു വിറ്റ്നസിനെ വിസ്തരിച്ചാൽ മതി. പക്ഷെ 68 ഓഫ് എവിഡൻസ് ആക്ടിൽ പറയുന്നു ഒരു വിറ്റ്നസിനെ വിസ്തരിച്ചാൽ മതി. പക്ഷെ അറ്റ് ദ സെയിം ടൈം 63C ഓഫ് സക്സഷൻ ആക്ടിൽ പറയുന്നു ഒരു വിറ്റ്നസിന്റെ കാര്യം കൊണ്ട് തീർന്നില്ല, 2 വിറ്റ്നസും ഇത് കണ്ടു എന്നത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഈ 2 വിറ്റ്നസും ഇത് കണ്ടു എന്നുള്ളത് മാൻഡേറ്ററി ആയ ആ എലമെന്റ് 2 പേരെ വിസ്തരിച്ചാൽ മാത്രമേ പ്രൂവ്ഡ് ആവൂ. അതുകൊണ്ട് വില്ലിന്റെ കാര്യത്തിൽ സെക്ഷൻ 68 ഷുഡ് ബി സബോർഡിനേറ്റ് ടു സെക്ഷൻ 68 ഓഫ് എവിഡൻസ് ആക്ട് ഷുഡ് ബി സബോർഡിനേറ്റ് ടു സെക്ഷൻ 63C ഓഫ് ദ Again, net problem. Net problem. Sir, audio is breaking, sir. Net problem ഉണ്ട് sir. Sir, net problem ഉണ്ടോ sir? അല്ല എനിക്കൊന്ന് ഷമീം നെറ്റ് പ്രോബ്ലം ആണ് സാർ, ഡിസ്കണക്ട് ആയി. ഡിസ്കണക്ട് ആയി. വെയിറ്റ് ചെയ്യാം. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ സാർ. Yes, Pramod, am I audible now? Yes sir, yes sir. Yes sir. Extremely sorry. ഞാൻ എൻ്റെ BSNLന്റെ നെറ്റ് കണക്ഷൻ ഇന്ന് എന്തോ ഒരു സാങ്കേതിക പിഴവ് കൊണ്ട് അത് ഡിസ്കണക്ട് ആയി പോയി. അപ്പൊ ഇതിപ്പോ ഇൻസ്ട്രുമെന്റിൽ നോക്കും, അപ്പൊ അതിൽ കോള് വരുമ്പോ അതങ്ങ് കട്ടാവും. കേൾക്കാമോ ഇപ്പൊ?
Okay, 1 second. So, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന 63C and 68. Even though 63C is special statute, the court ultimately arrived at a conclusion that in the matter of examination of witnesses, the way in which Section 68 provides for proving a fact of attestation, that should be followed. But of course, through that one witness, the two components, two basic elements of Section 63C can be proved. അങ്ങനെ രണ്ടും കൂടെ ഹാർമോണൈസ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഈ എങ്ങനെയാണ് ആ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻസ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. 63C അങ്ങനെ പറയുന്നു, പക്ഷേ 68 ഒരാൾ മതി എന്ന് പറയുന്നു. അപ്പൊ കോടതി ആ ഒരാൾ മതി എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അതിൽ പറഞ്ഞ കമ്പണൻസ് ഈ ഒരാളിലൂടെ പ്രൂവ് ചെയ്യാം എന്ന് പറയുന്നതിലൂടെ ഈ രണ്ട് പ്രൊവിഷനെയും ഹാർമോണൈസ് ചെയ്യും. Now, some basic principles regarding the tools of constructions or internal aid of construction. You know the tools, general tools, internal aid of constructions and external aid of constructions. Internal aid is very important, very relevant. External aids have only persuasive effect. So, internal aid of construction, that is, നമുക്കറിയാം ഷോർട്ട് ടൈറ്റിൽ അറിയാം. ഷോർട്ട് ടൈറ്റിൽ പോലെ തന്നെ ചില സ്റ്റാറ്റ്യൂട്ടുകൾക്ക് ലോങ് ടൈറ്റിലും ഉണ്ട് കേട്ടോ. ആ കോൺസെപ്റ്റ് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. ഇപ്പൊ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഒക്കെ തന്നെ എടുത്ത് നോക്കിയാൽ അതിന്റെ ആദ്യം ഷോർട്ട് ടൈറ്റിൽ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ലോങ് ടൈറ്റിൽ ഉണ്ട്. അതുപോലെ പുതിയ ചില സ്റ്റാറ്റ്യൂട്ടിലൊക്കെ ആദ്യം ഒരു ലോങ് ടൈറ്റിൽ ഉണ്ട്. ലോങ് ടൈറ്റിൽ എന്ന് പറയില്ല, അത് മാത്രം സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ ഒബ്ജക്ട് ആൻഡ് റീസൺസ് കൂടാതെ ലോങ് ടൈറ്റിൽ വരും. ഈ ലോങ് ടൈറ്റിൽ ആയാലും ഷോർട്ട് ടൈറ്റിൽ ആയാലും അത്തരം കാര്യങ്ങൾക്ക് വലിയ റെലവൻസ് ഉണ്ട്. പ്രിയാമ്പിളിനും തീർച്ചയായിട്ടും വലിയ റെലവൻസ് ഉണ്ട്. പക്ഷെ when a particular statutory provision or a specific statutory provision is in conflict with preamble or short title or heading of a given provision, then the independent statutory provision, the enacted provision, അതിലെ ആ ജനറൽ മീനിങ്, ലിറ്ററൽ മീനിങ്ങിൽ നിന്ന് അതിന്റെ പേരിൽ മാത്രം വേരി ചെയ്യേണ്ട കാര്യമില്ല. ഹെഡിങ് എങ്ങനെയാണെങ്കിൽ പോലും മൊത്തം ആ സെക്ഷൻ വായിച്ച് നോക്കുമ്പോൾ മറ്റൊരു മീനിങ് ആണ് കിട്ടുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അതിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. അതാണ് ജനറൽ റൂൾ. മറ്റൊരു കാര്യം, നമ്മൾ പലപ്പോഴും ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പങ്ക്ച്വേഷന് ഓവർ എംഫസൈസ് കൊടുക്കാറുണ്ട് അല്ലെ. കോമ അവിടെ വളരെ വലിയ എറുഡൈറ്റ് ലോയേഴ്സ് ഒക്കെ വന്ന് വാദം പറയുമ്പോൾ എപ്പോഴും ആ കോമ ദാറ്റ് കോമ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ദാറ്റ് സെമി കോളൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയും. ശരിയാണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ബട്ട് ഇൻ ഫാക്ട് the trend in Indian courts, even in English court, is that we need not give over emphasize or much emphasis to punctuation. Punctuation is not that much relevant as if heading, short title, or even marginal notes. This is held in AR 19. ഇതൊക്കെ rare occasions വരുവുള്ളായിരിക്കും. But the interpretation of statute itself is rather we need to use it rarely. പക്ഷെ ആ റയറിറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസും അതിന്റെ പ്രിൻസിപ്പിൾസ് അറിയാതെ വരുവാണെങ്കിൽ the ability to interpret the provision, that will be considerably reduced. That is why this topic gets that much importance. AER 1952 Supreme Court, page 369. In this decision, the Supreme Court, Ashwini Kumar case, in this decision, Supreme Court says punctuation should, though relevant, is only a minor element in construction of statutory provisions. The next important tool is illustrations. We know illustrations are considered as part of the statute, but at the same time, it is not part of that particular provision. Please remind this thing. Illustrations are part of the whole statute, but it is actually not part of that particular provision. അതിന്റെ ആ ജനറൽ ഇമ്പോർട്ടൻസിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗം തന്നെയാണത്. സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് തരുന്ന ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്, അതങ്ങനെ തന്നെ കാണണം. പക്ഷെ അത് ആ ഒരു സെക്ഷന്റെ ഭാഗമാണെന്ന് കണ്ട് സെക്ഷനെ ഓവർ റൈഡ് ചെയ്യത്തക്ക വിധത്തിൽ നമ്മൾ ഇല്ലസ്ട്രേഷനെ വായിക്കാൻ പാടില്ല. അതില് നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ വേണമെങ്കിൽ ഞാൻ പറയാം. എന്താന്ന് വെച്ചാല് ഈ സെക്ഷൻ 106 IPC 106 എവിഡൻസ് ആക്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പർട്ടിക്കുലർ ഫാക്ട്സ്, സ്പെഷ്യൽ ഫാക്ട്സ് വിത്തിൻ ദ നോളജ് ഓഫ് ദ അക്യൂസ്ഡ് ദാറ്റ് ഹി ഷുഡ് പ്രൂവ് എന്ന് പറയുന്ന ആ പ്രൊവിഷൻ,
അതില് റെയിൽവേ ടിക്കറ്റിന്റെ ഒരു ഇലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ബി ആണെന്ന് തോന്നുന്നു ഇലസ്ട്രേഷൻ. ആ ഇലസ്ട്രേഷൻ ബിയെ കുറിച്ച് ബി വെച്ചോണ്ട് ഒരു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കേസിൽ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്തു. അയാള് ഒരു ട്രെയിനിൽ ഒരു ഒഫീഷ്യലാണ്, അയാൾ ഒരു ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യലാണ്. അയാൾ 2 യാത്ര അണ്ടർടേക്ക് ചെയ്തിട്ട് അതിന്റെ ഫസ്റ്റ് ക്ലാസ് യാത്ര നടത്തി എന്ന് പറഞ്ഞ് അതിന്റെ ട്രാവൽ അലവൻസ് TA വാങ്ങിയെടുത്തു. അയാളെ പിന്നീട് ചാർജ് ചെയ്തപ്പോൾ അവരെ റെയിൽവേയിൽ നിന്ന് റെക്കോർഡ്സ് കോൾ ഫോർ ചെയ്തു. അതില് ആ ദിവസം ആ റൂട്ടിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ടിക്കറ്റ് പോലും ഇഷ്യൂ ചെയ്തിരുന്നില്ല. അപ്പൊ അവിടെ പ്രോസിക്യൂഷന്റെ തർക്കം എന്തായിരുന്നു വെച്ചാൽ 106 ഈ ഇലസ്ട്രേഷൻ ഈസ് ആപ്ലിക്കബിൾ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആസ് വെൽ. അതായത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു എന്നൊരു ആരോപണം വരുവാണെങ്കിൽ ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്ന ആൾ വേണം തെളിയിക്കാൻ, പ്രോസിക്യൂഷൻ അല്ല തെളിയിക്കേണ്ടത് എന്ന് തർക്കമെടുത്തു. അപ്പൊ ഇതില് സുപ്രീം കോടതി വളരെ വിശാലമായ ഒരു വ്യൂ എടുത്തു. അതാണ് ഇലസ്ട്രേഷൻ അങ്ങനെ പറയുന്നു എങ്കിൽ തന്നെയും പ്രോസിക്യൂഷന്റെ ജനറൽ ബർഡനെ മറികടക്കത്തക്ക വിധത്തിൽ ഇലസ്ട്രേഷനെ ഉപയോഗിക്കാൻ പാടില്ല. That illustration should be read down within the context of section 112 and 121 of the Railways Act. Railways Actile ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന കേസുകളിലൊക്കെ മാത്രമേ അത് ഉപയോഗിക്കാവൂ. അല്ലാതെ ഇങ്ങനത്തെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകരുത്. ഇല്ലസ്ട്രേഷനെ നമ്മൾ അങ്ങനെ മെയിൻ സ്റ്റാറ്റ്യൂട്ടിനെ മറികടക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബട്ട് നിങ്ങൾക്കറിയാം, ഇല്ലസ്ട്രേഷൻ മെയിൻ പ്രൊവിഷനെ മറികടന്ന് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പറയാമോ? അതായത് മെയിൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനെ നമ്മൾ ഇല്ലസ്ട്രേഷനിലൂടെ ഓവർ റൈഡ് ചെയ്ത സാഹചര്യങ്ങളുണ്ട്. എവിഡൻസ് ആക്ടിൽ തന്നെയുണ്ട്. ഒരു ഉദാഹരണം പറയാമോ? ഒരു ഉദാഹരണമല്ല, ഇനി ഒരു ഉദാഹരണമേ ഉള്ളൂ. പറയാമോ? ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് ഇട്ടാലും മതി. ഒരു എവിഡൻസ് ആക്ടിലെ ഒരു ഇല്ലസ്ട്രേഷൻ, എവിഡൻസ് ആക്ടിലെ തന്നെ മറ്റൊരു സ്പെസിഫിക് പ്രൊവിഷൻ, എക്സാക്ട്ലി ആൻസർ ഫ്രം അഡ്വക്കേറ്റ് നിഷ KP 114 ഇല്ലസ്ട്രേഷനിലെ അപ്രൂവറെ കുറിച്ച് പറയുന്ന ആ പ്രൊവിഷൻ ഉണ്ടല്ലോ. unless corroborated in material particular, evidence given by the evidence of approver shall be unworthy of credit എന്ന് പറയുന്ന ആ പ്രൊവിഷൻ. That is only an illustration given in 140. But generally, law always, or the Supreme Court and other constitutional court always considers this illustration over and above 133 എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. 133 പറയുന്നു mere uncorroborated testimony of an approver is enough to arrive at a conviction എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പ്രൊവിഷൻ പറയുമ്പോഴും ഈ ഇല്ലസ്ട്രേഷനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ബട്ട് ഇൻഫാക്ട് യഥാർത്ഥത്തിൽ അതിന് അങ്ങനെ ഒരു ഡൈക്കോട്ടമി ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് ഡിസിഷൻ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്ന ഒരുപാട് ഡിസിഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി വെരി പ്ലെയിൻ ആൻഡ് ക്ലിയർ, വെരി പ്ലെയിൻ ആൻഡ് സിമ്പിൾ. എല്ലാവരും പറയാറുണ്ട് 133 ഇല്ലസ്ട്രേഷനിലൂടെ പോയില്ലേ എന്ന്. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. All the illustrations in section 114 suggest us the situations in which the court may presume a fact. Court may presume a particular fact. It is a permissive presumption. 114 deals with permissive presumptions. Appo 114 പറഞ്ഞിരിക്കുന്ന ഏത് ഇല്ലസ്ട്രേഷനും, ഇൻക്ലൂഡിംഗ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് അപ്രൂവർ, ഒരു പെർമിസീവ് പ്രിസംഷൻ മാത്രമാണ്. അതായത് കോടതിക്ക് വേണമെങ്കിൽ ആ പ്രിസംഷൻ റേസ് ചെയ്യാം. അപ്പോ ഇൻ എ ഗിവൺ കേസ് ദ കോർട്ട് റൈസസ് ദാറ്റ് പ്രിസംഷൻ against the approver or raises a presumption in favor of the accused and discard the testimony of approver, then naturally section 133 goes. Avade orkka 133 mandatory provision alla, 133 is also a permissive provision. It says it is permissible to the court എന്നാണ് അതിന്റെ അർത്ഥം. 133 പറയുന്ന കോടതിക്ക് വേണമെങ്കിൽ അൺകോറോബറേറ്റഡ് ടെസ്റ്റിമണി ഉപയോഗിച്ച് ഒരു പ്രതിയെ ശിക്ഷിക്കാം എന്ന് പറയുന്നു. അപ്പൊ 133 itself is permissive. 114 illustration is also permissive. Two are permissive provisions. There is no dichotomy or conflict between these two provisions if you read it in this manner. But now it has become almost an universal rule that ordinarily the court will seek corroboration of the approval. അപ്പൊ ഞാനിത് കൂട്ടത്തിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. As a general norm of interpretation, illustration should not be considered in such a manner to override the statutory provision itself.
another important topic or tool of interpretation is functions of a proviso. നമ്മൾ എല്ലാ സ്റ്റാറ്റ്യൂട്ടുകളിലും പ്രൊവൈസോകൾ കാണാറുണ്ട്. മിക്കവാറും എല്ലാ വിശദമായിട്ടുള്ള വലിയ പ്രൊവിഷനുകളിലും ഒരു പ്രൊവൈസോ കാണും. ഈ പ്രൊവൈസോയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രൊവൈസോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു എക്സെപ്ഷൻ എന്നാണ്, അല്ലെ? പ്രൊവൈസോകൾ തുടങ്ങുന്നത് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാണ്. അപ്പോ പ്രൊവൈഡഡ് ദാറ്റ് എന്ന അർത്ഥത്തിൽ മെയിൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന്റെ ഒരു എക്സെപ്ഷനെ കാർവ് ഔട്ട് ചെയ്യുക എന്നതാണ് പ്രൊവൈസോയുടെ പർപ്പസ്. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, there are many occasions when lawyers are interpreting the provisos in such a manner so as to deduce an independent substantive provision or independent proposition from a proviso. Actually, provisos should not generally be used to confer anything which is not otherwise in the main statute. ഞാൻ പറഞ്ഞു വന്നത്, പ്രൊവൈസോയെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ബേസിക് നോം എന്ന് പറയുന്നത്, പ്രൊവൈസോയുടെ ആവശ്യം അല്ലെങ്കിൽ പ്രൊവൈസോയുടെ പർപ്പസ് മെയിൻ പ്രൊവിഷനിൽ നിന്ന് സംതിങ് ഹാസ് ടു ബി carved out and an exceptional rule has to be given for that. ഇതാണ് പ്രൊവൈസോയുടെ പർപ്പസ്. അല്ലാതെ ആ പ്രൊവൈസോയെ നമ്മൾ മറ്റൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഫ്രം ദാറ്റ് പ്രൊവൈസോ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊവിഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് റൈറ്റ്, ഇൻഡിപെൻഡന്റ് ലയബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷന് ജനറലി പോകരുത്. ലോ ഈസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. Decided cases are not in favor of that, subject to certain exceptions. ഇപ്പൊ തന്നെ സെക്ഷൻ 27 പ്രൊവൈസോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അതുപോലെ തന്നെ സെക്ഷൻ 107 ലോ മറ്റേ വീണ്ടും ഉണ്ട് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്, മറ്റേ മിസ്സിംഗ് പേഴ്സന്റെ കാര്യം പറയുന്നത്. അപ്പോ അവിടെ പോലും അത് ഒരു പ്രൊവൈസോയാണ്. അത് തൊട്ട് മുമ്പ് പറഞ്ഞ പ്രൊവിഷനിൽ പറഞ്ഞതിൽ നിന്ന് കാർവ് ഔട്ട് ചെയ്യുന്ന എക്സെപ്ഷൻ ആണ്, അല്ലാതെ അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കരുത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും റെലവെന്റ്, ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് എപ്പോഴും റെലവെന്റ് ആയി വരുന്നത് നമ്മളൊരു ന്യൂ സ്റ്റാറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ കൊമേഴ്സ്യൽ കോഡ്സ് ആക്ട്, റീസെന്റ് എനാക്റ്റഡ് പ്രൊവിഷൻ, ഇറ്റ്സ് ആൻ എൻറ്റയർലി ന്യൂ കോൺസെപ്റ്റ്. നമുക്ക് പലപ്പോഴും അതിനകത്ത് പല കാര്യങ്ങളും വായിക്കും. എന്താണ് കൊമേഴ്സ്യൽ ഡിസ്പ്യൂട്ട് എന്ന് തന്നെ ഇപ്പോഴും നമുക്ക് പലർക്കും അറിയില്ല, അല്ലെ? നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്ത് പോലുമില്ല. അല്ലെങ്കിൽ ആർബിട്രേഷനെ കുറിച്ച് വലിയ പരിചയമില്ലാത്തവർക്ക് അതിലെ ചില കോൺസെപ്റ്റ്സ് നമുക്ക് വലിയ പരിചയം കാണത്തില്ല. ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, ഈസ് ഇറ്റ് മാൻഡേറ്ററി ദാറ്റ് പ്രസൻസ് ഓഫ്, അതങ്ങ് പോയല്ലോ, അത് എവിടെ നിന്ന് കിട്ടും? ചാറ്റ്സ്, എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഈ ലാസ്റ്റ് ഡിസ്കഷൻ സെഷനിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാം. അപ്പോ പ്രൊവൈസോയുടെ പർപ്പസ് ഇതാണ്. നോർമൽ റൂളാണ് ഇതൊക്കെ. എക്സെപ്ഷൻസ് എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം. ഇത്രയും നമ്മളിപ്പോ പറഞ്ഞത് ഇന്റേണൽ എയ്ഡ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് എക്സ്റ്റേണൽ എയ്ഡ് ഓഫ് കൺസ്ട്രക്ഷൻസിലേക്ക് പോകാം. എക്സ്റ്റേണൽ എയ്ഡ് ഓഫ് കൺസ്ട്രക്ഷൻസ്. അപ്പോ ഇന്റേണൽ എയ്ഡ് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്യാം. ഷോർട്ട് ടൈറ്റിൽ, പിന്നെ ഹെഡിങ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്, ചില സ്റ്റാറ്റ്യൂട്ടുകൾക്ക് മാർജിനൽ നോട്ട്സ് കാണും, പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ പ്രൊവൈസോ, അതിൽ ഉള്ള മറ്റ് ഒബ്ജക്റ്റ്, അതിൽ മറ്റു കാര്യം വിട്ടുപോയത് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ്, അത്തരം കാര്യങ്ങൾ സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമല്ലെങ്കിൽ പോലും അതൊരു ഇന്റേണൽ എയ്ഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആയിട്ട് കൂട്ടാറുണ്ട്. ചിലതിലൊക്കെ അങ്ങനെ അല്ല എന്ന് പറയാറുണ്ട്. ബട്ട് അതിനും ഒരു ഇന്റേണൽ എയ്ഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അത് കൂട്ടാറ്. അപ്പോ എക്സ്റ്റേണൽ എയ്ഡ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ പറയുന്ന ഉദാഹരണം പാർലമെന്ററി ഡിബേറ്റ്സ് ആണ്. ഈ പാർലമെന്ററി ഡിബേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ കാര്യത്തിൽ ആ ഡിബേറ്റ്സ് എല്ലാം വോളിയം കണക്കിന് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ സംശയം വരുമ്പോൾ why can't we go to the parliamentary debate and take the meaning given by them or what they actually intended? നമ്മൾ എന്തിനാണ് ഇത്രയും ഇന്റർപ്രിട്ടേഷന് പോകുന്നത്, ഇവരെന്താണ് ഇതിൽ ഉദ്ദേശിച്ചത് എന്ന് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുക. അപ്പോ അത് പാർലമെന്ററി ഡിബേറ്റ്സിനെ എക്സ്റ്റേണൽ എയ്ഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആയിട്ട് കൂട്ടുന്നത് അതിന് വലിയ റെലവൻസ് കൊടുക്കാറില്ല. റയർലി അത് നോക്കാറുണ്ട്. അത് ഒരു നോട്ട് സോ റെലവൻറ്റ്, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ബി റിസോർട്ടഡ് ടു. നിങ്ങൾക്കറിയാം, മുസ്ലിം വിമൻസ് റൈറ്റ് ഓൺ ഡൈവോഴ്സ് ആക്ട് അത് വന്ന സാഹചര്യം അറിയാമല്ലോ. ഷാബാനു കേസിൽ
സുപ്രീം കോടതി പറഞ്ഞ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റ് കൂടി പെട്ടെന്നുണ്ടാക്കിയ ഒരു നിയമം. ആ നിയമത്തിൽ വന്ന പ്രൊവിഷൻ, അതില് സുപ്രീം കോടതിയിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വന്നപ്പോൾ ഏറ്റവും ശക്തമായി ഉയർന്ന ഒരു ആവശ്യം പാർലമെന്ററി ഡിബേറ്റ് നോക്കണം എന്നുള്ളതായിരുന്നു. അതിനകത്ത് ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ എന്ന വാക്ക് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടിന് ലിമിറ്റഡ് മീനിങ് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട ആളുകൾ പറഞ്ഞത് അങ്ങനെ ലിബറൽ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് പോകരുത്. അത് ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്തും വളരെ വിശാലമായിട്ട് അങ്ങ് കൊടുക്കാൻ പാടില്ല. പകരം ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ ഡ്യൂറിങ് ഇറ്റ് ദ പീരീഡ്, 3 മാസത്തെ പീരീഡിലേക്ക് വേണ്ട ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ അത് അങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പൊ പറഞ്ഞു പാർലമെന്ററി ഡിബേറ്റ് നോക്കണം എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു പാർലമെന്ററി ഡിബേറ്റ് നോക്കേണ്ട കാര്യമില്ല, അതൊരു ലാസ്റ്റ് റിസോർട്ട്, ആവശ്യം മറ്റ് ബാക്കി എല്ലാം എക്സോസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഓർ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും ഇതുപോലെ ഒരു എക്സ്റ്റേണൽ എയ്ഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പൊ പഴയ സ്റ്റാറ്റ്യൂട്ടുകളൊക്കെ നമ്മൾ ഇപ്പൊ ടെലിഗ്രാഫിക് ആക്ട് അങ്ങനെ പല പഴയ സ്റ്റാറ്റ്യൂട്ടുകൾ നോക്കുമ്പോൾ അതില് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് വെച്ച് ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതില് നിങ്ങൾ ആ കണ്ടംപറേനിയസ് എക്സ്പോസിറ്റോ എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ 8 മണി എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ കൊച്ചു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊരു കാര്യം ഡിക്ഷണറി. ഇവിടെ എക്സ്റ്റേണൽ എയ്ഡ് എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ ഡിക്ഷണറി ഉപയോഗിക്കാം. നമ്മൾ അനാവശ്യമായിട്ട് എപ്പോഴും ഡിക്ഷണറി ഉപയോഗിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ഡിക്ഷണറി ഒരു എക്സ്റ്റേണൽ എയ്ഡ് ആണ്. അത് ബാക്കി എല്ലാ സോഴ്സസും എക്സോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഡിക്ഷണറി ഉപയോഗിക്കേണ്ടത്, എസ്പെഷ്യലി വെൻ ടെക്നിക്കൽ ടേംസ് ആർ യൂസ്ഡ്. പക്ഷെ അതൊരു എക്സ്റ്റേണൽ എയ്ഡ് ആണ്. ദെൻ പാരി മെറ്റീരിയ സ്റ്റാറ്റ്യൂട്ട്സ്. ഈ പാരി മെറ്റീരിയ സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു കാര്യത്തിൽ സംശയം വരുമ്പോൾ അതേ ഫീൽഡിൽ അല്ലെങ്കിൽ അതേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന വേറെ സ്റ്റാറ്റ്യൂട്ടിൽ ഈ പ്രൊവിഷൻ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി അതിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൊടുത്ത ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ നിലയിൽ ഇതിനെ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അതും ഇറ്റ്സ് ഓൾസോ വെരി വാല്യുബിൾ എക്സ്റ്റേണൽ എയ്ഡ്, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് so binding as internal aid, പാരി മെറ്റീരിയ സ്റ്റാറ്റ്യൂട്ട്സ്. അപ്പോ അതും എപ്പോഴും ഓർക്കേണ്ടത് അതൊരു സെയിം സബ്ജക്ട് മാറ്ററിൽ ഉള്ളതോ സെയിം സിസ്റ്റം ഓഫ് ലോ ഫോളോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ മറ്റൊരു പ്രിൻസിപ്പിളും കൂടെ മനസ്സിൽ വേണം. ഈ പാരി മെറ്റീരിയ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോഴും സംടൈംസ് വി ഫേസ് എ സിറ്റുവേഷൻ ദാറ്റ് lawyers or jurists insist that the pari materia provision must be consistent with the entire statute in which this particular term is used. അങ്ങനെ നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പാരി മെറ്റീരിയ പ്രൊവിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എൻറ്റയർലി രണ്ട് സ്റ്റാറ്റ്യൂട്ടുകളും എൻറ്റയർലി ഡിഫറൻറ്റ് സ്റ്റാറ്റ്യൂട്ട് ആയിരിക്കും. പക്ഷെ അതിലെ ഒരു പർട്ടിക്കുലർ പ്രൊവിഷൻ മറ്റൊരു പർട്ടിക്കുലർ പ്രൊവിഷനിലെ പാരി മെറ്റീരിയ എന്നും വരാം. അതൊക്കെ റെയർലിയേ വരത്തുള്ളൂ, ജനറലി കോമൺ ആയിരിക്കണം. അപ്പൊ അതിനൊരു നല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻറ്റയർ ഒരു പ്രൊവിഷനും അല്ലെങ്കിൽ എൻറ്റയർ സ്റ്റാറ്റ്യൂട്ടും പാരി മെറ്റീരിയ ആകണമെന്ന് നിർബന്ധമില്ല. അതിന്റെ ഉദാഹരണം ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടില് ഷാൽ പ്രിസ്യൂം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സെക്ഷൻ 19-ലോ 20 അവിടെ 20 ഷാൽ പ്രിസ്യൂം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊരു 1958 ഡിസിഷൻ ആണ്. അതില് അന്ന് സെക്ഷൻ 19 ആയിരുന്നു, ഇപ്പോ 1947 ആക്ട് ആണ്. അപ്പോ അവിടെ ഷാൽ പ്രിസ്യൂം എന്ന വാക്കിന് എവിഡൻസ് ആക്ടിലെ ഷാൽ പ്രിസ്യൂം എന്ന വാക്കിന്റെ അതേ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാമോ, അതിന്റെ ഡിസിഷൻസ് ഇവിടെ അതുപോലെ അപ്ലൈ ചെയ്യാമോ എന്ന ക്വസ്റ്റ്യൻ വന്നപ്പോൾ കോടതി പറഞ്ഞു ഈവൻ ദോ ദീസ് ടു സ്റ്റാറ്റ്യൂട്ട്സ് വർക്ക് ഇൻ എൻറ്റയർലി ഡിഫറെന്റ് റെലം ഓർ എൻറ്റയർലി ഡിഫറെന്റ് ഏരിയ, the term shall presume is used in a particular context which is in pari materia with the section 4 of the Evidence Act. അതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അത് AR 1958 സുപ്രീം കോർട്ട് പേജ് 61 അതിലാണ് അങ്ങനെ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഒരു AR 1958 സുപ്രീം കോർട്ട് 61 മറ്റൊരു എക്സ്ട്രിൻസിക് എയ്ഡ് ആണ് earlier statute or later statute. പലരും സംശയം ചോദിക്കാറുണ്ട്, റിപ്പീൽ ചെയ്ത് പോയ സ്റ്റാറ്റ്യൂട്ടിലെ പ്രൊവിഷനുകളുടെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് എടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും റിപ്പീൽ ചെയ്ത് പോയ സ്റ്റാറ്റ്യൂട്ടിലെ പ്രൊവിഷനുകളും അതിന്റെ ഇന്റർപ്രിട്ടേഷനും എടുക്കാം, ബട്ട് ആസ് ആൻ എക്സ്ട്രിൻസിക് എയ്ഡ്, നോട്ട് ആസ് ആൻ ഇൻട്രിൻസിക് എയ്ഡ്. നോ ഡൗട്ട് ഇറ്റ് ഈസ് എക്സ്ട്രിൻസിക് എയ്ഡ്, എക്സ്റ്റേണൽ എയ്ഡ് ആണ്, എടുക്കാം.
അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, അതിന്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണോ ഏർലിയർ സ്റ്റാറ്റ്യൂട്ട് റിപ്പീൽ ചെയ്യപ്പെട്ടത് ആ സാഹചര്യത്തിന് അനുസൃതമായിട്ടാണ് പുതിയ സ്റ്റാറ്റ്യൂട്ടിലെ ഈ പ്രൊവിഷൻ വന്നതെങ്കിൽ നോർമലി ഈവൻ ഇഫ് ഇറ്റ് ഈസ് പാരി മെറ്റീരിയ ഇതെടുക്കരുത്. കാരണം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റത് റിപ്പീൽ ചെയ്ത് ഇത് വന്നതെങ്കിൽ വീണ്ടും അത് അതേപോലെ തിരിച്ചു പോകരുത്. എന്നാൽ there is yet another principle. നമ്മൾ പറയുന്ന ഇതാണ്, ഒരു a term used in a statute has got wider acceptance in the constitutional courts. Then even if in a repealed statute the very same term is used, it should normally be presumed that the legislature knows very well that this particular term has got acceptance in the constitutional courts in a particular manner. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഒരു റിപ്പീൽഡ് സ്റ്റാറ്റ്യൂട്ടിലെ ഒരു പ്രത്യേക വാക്കിന് വർഷങ്ങളായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒരു നിശ്ചിത മീനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീൽ ചെയ്ത് പോയി പുതിയ സ്റ്റാറ്റ്യൂട്ടിൽ അതേ മീനിങ് വന്നെങ്കിൽ ഒരു പ്രിസംഷൻ ഉണ്ട്, പുതിയ സ്റ്റാറ്റ്യൂട്ട് ഇനാക്ട് ചെയ്യുമ്പോൾ ലോ മേക്കേഴ്സിന് അറിയാം ഇത് ഈ കോണ്ടെക്സ്റ്റിൽ ഈ സുപ്രീം കോടതി ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നത് ലോ മേക്കർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് വീണ്ടും ഉപയോഗിച്ചത്, അല്ലാതെ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടല്ല എന്ന ഒരു ലൈനുമുണ്ട്. ഈ രണ്ടും ഓർക്കണം. രണ്ടും തമ്മിൽ ഒരു നൈസ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻകോർപ്പറേഷൻ ഓഫ് ഏർലിയർ സ്റ്റാറ്റ്യൂട്ട് ഇൻ എ ന്യൂ സ്റ്റാറ്റ്യൂട്ട്. നിങ്ങൾ ആ സിറ്റുവേഷൻ ഒരുപാട് കണ്ടു കാണും. ഇൻകോർപ്പറേഷൻ ഓഫ് ഏർലിയർ സ്റ്റാറ്റ്യൂട്ട് ഇൻ എ ന്യൂ സ്റ്റാറ്റ്യൂട്ട് ബൈ റെഫറൻസ്. അതിന് നമ്മൾ റെഫറൻസ് സ്റ്റാറ്റ്യൂട്ട് എന്നും റെഫേർഡ് സ്റ്റാറ്റ്യൂട്ട് എന്നും ഒക്കെ പറയും. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടില് ചില ടേംസ് ഉപയോഗിക്കും, എളുപ്പത്തിന് വേണ്ടി അത് മറ്റൊരു സ്റ്റാറ്റ്യൂട്ടിലെ വാക്കുകൾ അതുപോലെ ഇവിടെ ഉപയോഗിച്ചതായി കൂട്ടണം, ഡീം ചെയ്യണം എന്ന് പറയും. അപ്പോ നമ്മളൊരു പുതിയ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കുമ്പോൾ അതില് ചില വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഫോർ എക്സാമ്പിൾ എംപ്ലോയി, ദ ടേം എംപ്ലോയി യൂസ്ഡ് ഇൻ ദി സ്റ്റാറ്റ്യൂട്ട് will have the same meaning in which it is employed in. It is used in industrial act അല്ലെങ്കിൽ ലേബർ ആക്ട്, വേറെ ഏതെങ്കിലും അത്തരം ഒരു ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ മീനിങ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഈ വാക്ക് വീണ്ടും ഇവിടെ ഉപയോഗിച്ച് അത്രയും സ്ഥലം കളയേണ്ട, അത്രയും ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ അപ്പൊ അതോടെ ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ ഒരു ഭാഗമായി അത് മാറും. ബട്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വരും. ഒന്ന്, അങ്ങനെ സപ്പോസ് 1950 ഒരു ആക്ട് ഉണ്ടാവും. ആ ആക്ടില് 1947 ഒരു ആക്ടിനെ റെഫർ ചെയ്യുന്നു. ഇതുപോലെ മനസ്സിലാകുന്നുണ്ടല്ലോ, 50 വന്ന ഒരു ആക്ടില് ഒരു ഓൾഡ് ആക്ടിനെ റെഫർ ചെയ്തിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസ് അല്ലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊവിഷൻസ് അതേ മീനിങ് തന്നെ ഇവിടെയും കൊടുക്കണമെന്ന് പറയുന്നു. നമ്മൾ 2020 അപ്പോൾ ആ പ്രൊവിഷനിൽ കുറച്ച് അമെൻമെന്റ്സ് വന്നു. ഏതിലേക്കാണോ റെഫർ ചെയ്തത് അതിൽ കുറച്ച് അമെൻമെന്റ്സ് വന്നു. ഈ അമെൻമെന്റ് അതുപോലെ ഈ സ്റ്റാറ്റ്യൂട്ടിൽ ഉപയോഗിക്കണോ വേണ്ടയോ അത്തരം ഒരു തർക്കം വരും. അത് പലപ്പോഴും വരും. പലപ്പോഴും അതെന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരുന്നാൽ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അത് ഞാൻ ഇപ്പോൾ തന്നെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. So when the technique of reference, the technique of incorporation of a statutory provision by reference is used by the legislature, it carries a normal presumption that the reference made to the third statute, the second statute, is carrying along with it all the amendments made to that provision until that date. എന്നാണോ ഒരു റെഫറൻസ് നടത്തുന്നത് ആ റെഫറൻസിന്റെ ആ ഡേറ്റ് വരെയുള്ള എല്ലാ അമെൻമെന്റും അതുപോലെ തന്നെ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പ്രിസ്യൂം ചെയ്യാം. പക്ഷെ ഫ്യൂച്ചറിൽ ഇതെങ്ങനെയാണ്, ഫ്യൂച്ചറിൽ വരുന്ന ചേഞ്ചിനെ ഇതെങ്ങനെ ബാധിക്കും എന്നതാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന് ഒരു വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാം. പഴയ മൊണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്നു, അറിയാമല്ലോ. ആ ആക്ടില് ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 55. അതിൽ പറഞ്ഞു
ഇതിനെ മൊണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ ട്രൈബ്യൂണൽ അല്ല, കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ഡൽഹിയിൽ ആയിരുന്നു കമ്മീഷന്റെ ആസ്ഥാനം. ആ കമ്മീഷന്റെ വിധികൾക്കെതിരെ നേരിട്ട് സുപ്രീം കോടതിയിലായിരുന്നു അന്ന് അപ്പീൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അപ്പലേറ്റ് പ്രൊവിഷൻ എന്തെല്ലാം ഗ്രൗണ്ടിലാണ് അപ്പീൽ കൊടുക്കാവുന്നത് എന്ന് ആ ആക്ടിൽ വളരെ രസകരമായ രീതിയിലാണ് പറഞ്ഞത്. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സെക്ഷൻ 100 CPCയിൽ ഏതൊക്കെ ഗ്രൗണ്ടിൽ ഒരു ഡിഗ്രി സെക്കൻഡ് അപ്പീലിന്റെ പ്രൊവിഷനാണല്ലോ അത് കൊടുക്കാമോ, ആ രീതിയിലാണ് ഈ അപ്പീലും ഇതിന്റെ മൊണോപ്പൊളീസ് ആക്ട് പ്രകാരമുള്ള അപ്പീൽ സുപ്രീം കോടതിയിൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ബൈ റെഫറൻസ് or by incorporation, section 100 is made part and parcel of this statute. അപ്പോ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കേണ്ടത് സെക്ഷൻ 100 പോലെ ആയിരുന്നു. Then you know very well that in 1976 section 100 of CPC has undergone a vast change, a very serious change. The scope of second appeal has been reduced considerably. വളരെ വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിലേക്ക് സെക്ഷൻ 100ൽ സെക്കൻഡ് അപ്പീൽ ലിമിറ്റ് ചെയ്തു. Then what will be the scope of appeal under that provision? ഈ മൊണോപ്പൊളി ആക്ട് പ്രകാരം അപ്പീൽ കൊടുക്കാൻ അപ്പോൾ സെക്ഷൻ 100ൽ വന്ന മാറ്റം അനുസരിച്ചേ പറ്റുള്ളൂ, അതോ ഒറിജിനലി ഇതെങ്ങനെയായിരുന്നോ അതുപോലെ ചെയ്യണോ? ആർക്കെങ്കിലും ഒരു സജഷൻ പറയാമോ? ഇത് അവിടെ നമ്മൾ അത്രയും മൊണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ആക്ടിലേക്കൊന്നും പോകണ്ട. വളരെ രസകരമായ ആ സാഹചര്യങ്ങൾ കേരള സ്റ്റാറ്റ്യൂട്ട്സിലുണ്ട്. നമ്മുടെ മണി ലെൻഡേഴ്സ് ആക്ടില് സെക്ഷൻ 7ലോ 8ലോ ഒരു പ്രൊവിഷൻ ഉണ്ട്. അവിടെ രജിസ്ട്രാറുടെ തീരുമാനങ്ങൾക്കെതിരെ സിവിൽ കോടതിയിൽ അപ്പീൽ കൊടുക്കാം. ആസിഫ് അവിടെ പറയുന്നത് സെക്ഷൻ 47 ഓഫ് CPCയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഉള്ള അപ്പലേറ്റ് റൈറ്റ് ഉണ്ട് രജിസ്ട്രാറുടെ തീരുമാനങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മണി ലെൻഡേഴ്സ് ആക്ട് വരുന്ന സമയത്ത് സെക്ഷൻ 47 CPCയിൽ അപ്പലേറ്റ് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പലേറ്റ് പ്രൊവിഷൻസ് പിന്നീട് ഈ പതേ പറഞ്ഞ 76 അമെന്റ്മെന്റിൽ സെക്ഷൻ 47 CPCയിലെ അപ്പലേറ്റ് പ്രൊവിഷൻസ് എടുത്തു കളഞ്ഞു, അപ്പീൽ ഇല്ലാതാക്കി. അതിന്റെ അർത്ഥം മണി ലെൻഡേഴ്സ് ആക്ടിലെ അപ്പീൽ പ്രൊവിഷനും പോയി എന്നാണോ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടിന്റെ അപ്പീലിന്റെ സ്കോപ്പ് ഇതിലൂടെ ചുരുങ്ങുമോ? ഇതിന്റെ ആൻസർ ഈസ് ചുരുങ്ങില്ല. കാരണം അത് ഓർത്തിരിക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് പറയാം. സുപ്രീം കോടതി പറഞ്ഞത്, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദ മൊമെന്റ് വെൻ ദ ഇനാക്ട്മെന്റ് ഈസ് മെയ്ഡ് ആൻഡ് എ റെഫറൻസ് ഈസ് മെയ്ഡ് ടു അനദർ സ്റ്റാറ്റ്യൂട്ട്, we should consider the situation like this. The legislature is taking a snapshot of a particular statutory provision and paste it in the new statutory provision. നമ്മൾ സെക്ഷൻ 100നെ CPCയിൽ നിന്ന് ഒരു സ്നാപ്ഷോട്ട് എടുത്തിട്ട് അല്ല ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഈ സ്റ്റാറ്റ്യൂട്ടിൽ ഒട്ടിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ വേണം ഇതിനെ കാണാൻ. അപ്പോ അവിടെ എന്തൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അയാൾ നടന്നു പോയാലും നമ്മുടെ ഫോട്ടോയിൽ മാറ്റം വരാത്തതുപോലെ ഈ പ്രൊവിഷൻ അതുപോലെ അവിടെ നിൽക്കും. ഇതിനൊരു മാറ്റവും വരത്തില്ല. അൺലെസ് സെക്ഷൻ 100 അമെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ലെജിസ്ലേച്ചർ ഇതിനെ മൊണോപ്പൊളി ആക്ടിൽ റെഫർ ചെയ്തിട്ടുണ്ട്, അവിടെയും ഈ മാറ്റം വരുമെന്ന് എടുത്തു പറയണം. അങ്ങനെ പറയാത്തിടത്തോളം ഈ പ്രശ്നം വരില്ല എന്ന് പറയുന്നു. അതിന്റെ ബേസിക് ലോ, ഇത് പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരും. ബേസിക് ലോ എന്ന് പറയുന്നത് AR 1964 സുപ്രീം കോർട്ട് 1667 AR 1964 സുപ്രീം കോർട്ട് 1667. ഈ മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടിന്റെ വിധി പറഞ്ഞിരിക്കുന്നത് AR 1979 സുപ്രീം കോർട്ട് 798. ഓക്കെ, പിന്നെ അടുത്ത ഒരു കാര്യം, ഈ എക്സ്റ്റേണൽ എയ്ഡിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോറിൻ ഡിസിഷൻസ് ആണ്. ഫോറിൻ ഡിസിഷൻസ് എപ്പോഴും ഈവൻ നല്ല വക്കീലന്മാർ വന്ന് ട്രയൽ കോടതികളിൽ പോലും ഫോറിൻ ഡിസിഷൻസ് പറയാറുണ്ട്, പ്രത്യേകിച്ച് എറണാകുളത്ത്. അപ്പോ ഫോറിൻ ഡിസിഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു നിശ്ചിത സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനിലെ നിശ്ചിത ടേം നമുക്ക് സംശയമുള്ളപ്പോൾ ഇന്ത്യൻ ഡിസിഷൻ ആ വിഷയത്തിൽ ഇല്ലാതെ വരുമ്പോഴായിരിക്കും ഫോറിൻ ഡിസിഷൻസ് കൊണ്ടുവരുന്നത്. What is the worth of that foreign decision for interpreting that provision? What is its worth? Is it binding or is it obligatory? അത് മനസ്സിലാക്കുമ്പോൾ അതിന് വളരെ ഫേമസ് ആയ അതിനെ സംബന്ധിച്ചൊരു വാചകമുണ്ട്. എല്ലാ ഇത്തരം ബുക്കുകളിൽ എവിടെ നോക്കിയാൽ ആദ്യം നമ്മൾ കാണുന്നതായിരിക്കും. ജസ്റ്റിസ് MH ബെഗിന്റെ 1978 ഡിസിഷനിൽ പറഞ്ഞിരിക്കുന്നതാണ്. 1978 സുപ്രീം കോർട്ട് 548. അതൊരു 7 ബെഞ്ച് ഡിസിഷൻ ആണ്. ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ജസ്റ്റിസ് കൃഷ്ണയ്യർ, ജസ്റ്റിസ് ഭഗവതി
ജസ്റ്റിസ് തുൾസാപൂർക്കർ എല്ലാവരും ഉണ്ട്. വലിയൊരു സെലിബ്രേറ്റഡ് ഡിസിഷൻ ആണ്. ഈ പോയിന്റിലല്ല, പക്ഷെ ഈ പോയിന്റ് അതിനകത്തുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാചകം, അത് ഫോറിൻ ഡിസിഷനെ കുറിച്ച് ഉള്ള ഒരു അൾട്ടിമേറ്റ് വേർഡാണ്. അത് വാചകം ഇതാണ്: ഇന്ത്യ ഈസ് ഇന്ത്യ. അങ്ങനെ തുടങ്ങുന്നത് ആ ഭാഗം. ഇന്ത്യ ഈസ് ഇന്ത്യ, സോ റിമെമ്പർ for construction of statutory construction, we should remind that our statutory construction must be homespun. ഇങ്ങനെ ഞാൻ അത് തന്നെ വായിക്കാം. Statutory construction must be homespun even if it is hospitable by foreign thinking. അതായത് നമ്മള് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രീസ്, നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അതിന്റെ ഓൾമോസ്റ്റ് അതിന്റെ ഒരു എക്സാക്ട് റെപ്ലിക്ക, എക്സാക്ട് കോപ്പിയാണ് അതിലെ മിക്ക പ്രൊവിഷനും ഇന്ത്യയിൽ. പക്ഷേ ബ്രിട്ടനിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയർ എന്ന വാക്കിന് ബ്രിട്ടനിൽ കോടതി കൊടുക്കുന്ന ഒരു ഡിസിഷനും അതിന് കൊടുക്കുന്ന മീനിങ്ങും ഇന്ത്യയിൽ കൊടുക്കുന്ന മീനിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ എംപ്ലോയി എന്നുള്ള സങ്കല്പത്തിന് നമുക്ക് ഒത്തിരി മാനങ്ങളുണ്ട്. അത്രയും വൈഡ് ആയിരിക്കത്തില്ല അവിടെ, അല്ലെ എംപ്ലോയർ എന്നുള്ളതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഈസ് ഇന്ത്യ പറഞ്ഞ വാചകം ഇതാണ്: ഇൻ ദ മാറ്റർ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ദ റൂൾ മസ്റ്റ് ബി ഹോംസ്പൺ. നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഇതായിരിക്കണം നല്ലത്. അപ്പൊ എന്നിട്ട് അവിടെ കോടതി ഒരു കാര്യവും കൂടെ പറഞ്ഞു, നമ്മുടെ ഈ ലോ എല്ലാം ഇന്ത്യൻ മെയ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് even if hospitable to foreign alien thinking. ഇത് ഏലിയൻ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ലോ ഉണ്ടായി വന്നതെങ്കിൽ പോലും നമ്മുടെ കോടതികൾ കൊടുത്ത ഇന്റർപ്രിട്ടേഷൻ വേണം എടുക്കാൻ. ഫോറിൻ ഡിസിഷന് വളരെ ചെറിയ വാല്യൂവേ ഉള്ളൂ. ഇത് പറഞ്ഞെങ്കിലും ആ കേസിൽ സുപ്രീം കോടതി ഓസ്ട്രേലിയൻ ഡിസിഷൻ ഫോളോ ചെയ്തു. അതുപോലെ ഇപ്പം നമുക്ക് അതിനൊരു ഒരു വളരെ ലിമിറ്റഡ് വാല്യൂവേ ഉള്ളൂ എന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞതാണ്. ഇനി 8:10 ഞാൻ പ്രമോദ്, എനിക്ക് 8:15 വരെയാണ് ടൈം തന്നിരിക്കുന്നത്. 5 മിനിറ്റിനകം 2-3 കോൺസെപ്റ്റ്സും കൂടെ പറഞ്ഞ് ഡിസ്കഷൻ സെക്ഷനിലേക്ക് പോവാം. സോ ദ എക്സിക്യൂട്ടർ ഓഫ് എ വിൽ ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് നമുക്കതിലേക്ക് വരാം. ഞാൻ ഇതില് ഈ എക്സിക്യൂഷനും വില്ലും അത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം നോട്ട് എക്വിപ്ഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇന്റർപ്രിട്ടേഷന്റെ കാര്യം തന്നെ എനിക്ക് ബേസിക്സേ അറിയൂ. അപ്പൊ നിങ്ങൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഓഫ് കോഴ്സ്. ബട്ട് വിത്തിൻ മൈ ലിമിറ്റഡ് നോളജ് ഐ വിൽ ട്രൈ ടു ആൻസർ ഇറ്റ്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് പറയുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അടുത്ത ഇഷ്യൂ ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ഇന്റർപ്രിട്ടേഷൻ. അതില് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഈ നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് ആണ്. അറിയാലോ, നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് notwithstanding anything contained in any other law for the time being in force എന്ന് പറഞ്ഞോ, notwithstanding anything contained here in above എന്ന് പറഞ്ഞോ ആയിരിക്കും, അല്ലെ? അപ്പൊ ഒരുപാട് സ്റ്റാറ്റ്യൂട്ടിൽ നമ്മൾ ഇത് കാണാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ. ആ വാക്കിലൂടെ ലെജിസ്ലേച്ചർ ഉദ്ദേശിക്കുന്നത് ദിസ് പ്രൊവിഷൻ ഈസ് മെൻഷൻഡ്, the particular law or particular provision mentioned under such a clause which begins with the non-obstant condition. The legislature intended to give primacy to that provision than any other law so far enacted. അതുവരെ ഇനാക്ട് ചെയ്തിട്ടുള്ള ഏത് ലോയേക്കാളും പ്രൈമസി ഇതിന് കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ ലോ മേക്കർ ഉണ്ടാക്കുന്ന ഒരു പ്രൊവിഷനാണ്. ഇതിലൂടെ ഓവർ റൈഡിങ് ഇഫക്റ്റ് ആണ് ആ പ്രൊവിഷന് കൊടുക്കുന്നത്. അപ്പോ ഈ നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് നോ ഡൗട്ട് ജനറലി നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊവിഷന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. പക്ഷേ ദിസ് റൂൾ ഈസ് സബ്ജക്ട് ടു മെനി എക്സെപ്ഷൻസ്. ഈ ഓവർ റൈഡിങ് റിസൾട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വേണ്ടത്, while giving that interpretation, remember that the exact extent to which the overriding effect has to be given. വല്ലാണ്ട് ഇതിനെ അങ്ങ് ഇൻഫ്ലേറ്റ് ചെയ്യരുത്, എലാസ്റ്റിക് ആക്കരുത്. ഓവർ റൈഡിങ് ഇഫക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു പർട്ടിക്കുലർ മാറ്ററിനായിരിക്കും, അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത്. ഇതിനെ നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസിനെ എപ്പോഴും മാക്സിമം റെസ്ട്രിക്റ്റീവ് ആയിട്ട് വേണം ഇന്റർപ്രിറ്റ് ചെയ്യാൻ. കാരണം ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് ഒബ്ജക്റ്റിനാണോ അത് വന്നത് ആ ഒബ്ജക്റ്റിന് മാത്രം ഉപയോഗിക്കത്തക്ക വിധത്തിൽ വേണം നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് ഉപയോഗിക്കാൻ. അങ്ങനെ ഒരു ലിമിറ്റേഷൻ അതിനുണ്ട്. പിന്നെ മറ്റൊരു ജനറൽ റൂൾ എന്ന് പറയുന്നത്,
നോൺ അബ്സ്റ്റാൻഡേ ക്ലോസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്പെഷ്യൽ ലോയും ജനറൽ ലോയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ രണ്ടിലും നോൺ അബ്സ്റ്റാൻഡേ ക്ലോസ് ഉണ്ടെങ്കിലും സ്പെഷ്യൽ ലോ പ്രിവൈൽ ചെയ്യും. നമുക്കറിയാലോ, അല്ലാതെ തന്നെ സ്പെഷ്യൽ ലോയും ജനറൽ ലോയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ സ്പെഷ്യൽ ലോ പ്രിവൈൽ ചെയ്യും എന്നതാണ് ജനറൽ പ്രിൻസിപ്പിൾ. മറ്റേ ജനറാലിയ സ്പെഷ്യാലിബസ് അതിന്റെ അറിയാമല്ലോ അതൊക്കെ. ഇവിടെ നോൺ അബ്സ്റ്റാൻഡേ ക്ലോസ് ഉണ്ടെങ്കിൽ പോലും സ്പെഷ്യൽ ലോ പ്രിവൈൽ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓരോ കേസ് ടു കേസ് നോക്കേണ്ടി വരും. ബട്ട് ആസ് എ ജനറൽ റൂൾ ഓർ ജനറൽ നോം, the edicts of that particular special law should be imbibed and it should be understood in its context. And if the context in which the non-obstante clause is given in the subsequent statute, it should be used in a limited manner so as not to affect the special law. അതാണ് അതിന്റെ ഒരു one of the guiding factors. ഇനി എപ്പോഴും വരുന്ന മറ്റൊരു ഇഷ്യൂ ഉണ്ട്. രണ്ട് നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസുകൾ രണ്ട് സ്റ്റാറ്റ്യൂട്ടിൽ രണ്ട് നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസുകൾ വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസുകൾ വരുന്ന സാഹചര്യത്തിൽ ഏത് സ്റ്റാറ്റ്യൂട്ടിനെ നമ്മൾ പ്രിഫർ ചെയ്യും? എങ്ങനെ ഈ ഒരു ഇഷ്യൂ നമ്മൾ ടാക്കിൾ ചെയ്യും? അതിന്റെ ആൻസർ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? രണ്ട് നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസുകൾ രണ്ട് സ്റ്റാറ്റ്യൂട്ടിൽ വന്നാൽ ഏത് സ്റ്റാറ്റ്യൂട്ടിനെ എടുക്കും? സ്പെഷ്യൽ ഓർ ജനറൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് തന്നെ വേണം വെച്ചോളൂ. യെസ്, ഇവിടെ നിഷ തന്നെ ആൻസർ ചെയ്തിരിക്കുന്നു. ലേറ്റർ ലോ ഷുഡ് പ്രിവൈൽ. അതാണ് നോർമൽ റൂൾ. അവിടെ ഓർക്കുക, ദാറ്റ് ഈസ് ദ നോർമൽ റൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതിനൊരു അബ്സല്യൂട്ട് റൂൾ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഓർഡിനറിലി വി ഷുഡ് പ്രിഫർ ദ ലേറ്റസ്റ്റ് ലോ. കാരണം ലേറ്റസ്റ്റ് എനാക്ട്മെന്റിൽ നമുക്കറിയാം, ആ ലേറ്റസ്റ്റ് എനാക്ട്മെന്റ് ഉണ്ടാക്കുമ്പോൾ ലോ മേക്കർക്ക് അറിയാം വേറെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവർക്ക് ലോ മേക്കേഴ്സിന് പാർലമെന്റിന് അല്ലെ ലെജിസ്ലേച്ചറിന് പ്രിസ്യൂം ടു ഹാവ് ദ നോളജ് ദാറ്റ് there is another law which is contradictory to this and that law contains a non-obstante clause. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ലേറ്റർ ലോ എടുക്കുക എന്നുള്ളതാണ് ജനറൽ കണ്ടീഷൻ. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് വളരെ രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് തോന്നുന്നു എന്റെ സമയം എത്തി നിർത്താമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനു മുമ്പ് അതിനകത്ത് ഒരു കാര്യം പറയാം. സ്പെഷ്യൽ ലോയും ജനറൽ ലോയും ഈ ലേറ്റസ്റ്റ് ലോയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലെ നല്ലൊരു ഡിസിഷൻ ടാഡായും JJ ആക്ടും ആയി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡിസിഷൻ ഉണ്ട് സുപ്രീം കോടതിയുടെ 2013 അതില് ജുവനൈലിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര ലിബറൽ ആണ് ലോ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പെഷ്യൽ ലോ അല്ലെ, വളരെ സ്പെഷ്യൽ ആയ ഒരു ലോ ആണ്. ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ് ലോ. ഓർക്കുക, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ലേറ്റസ്റ്റ് ലോ ആണ്, സ്പെഷ്യൽ ലോയുമാണ്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു ടാഡ ഈസ് previous one, earlier one, it is not the special one in the general sense, but as to the particular matter, terrorism in the matter ne samyatholam, that is more special ennu paranjittu earlier law accept cheyidu. Previous law earliest eduthu, latest eduthilla. എന്നാൽ ലേറ്റസ്റ്റ് എടുക്കുമ്പോൾ തന്നെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് പ്രാക്ടിക്കലി ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നു. ഒരു കേസില് പോക്സോ ആക്ടുമുണ്ട്, SC/ST ആക്ടുമുണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ആക്ടിന്റെ ഒഫൻസും ഉണ്ട്, പോക്സോ ആക്ടിന്റെ ഒഫൻസും ഉണ്ട്. ഈ സെക്ഷൻ 42A ഓഫ് ദ പോക്സോ ആക്ട് contains an overriding provision that provides that നോട്ട് ഇൻ ഡെറഗേഷൻ എന്നൊക്കെ പറഞ്ഞൊരു വിതൗട്ട് പ്രിജുഡിസ് ക്ലോസ് പോലെ തുടങ്ങിയെങ്കിലും അവസാനം വന്നപ്പോ പറഞ്ഞു ദിസ് സ്റ്റാറ്റ്യൂട്ട് ഹാസ് ഓവർറൈഡിങ് ഇഫക്ട് ഓവർ ഓൾ അതർ സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് അവിടെ പറഞ്ഞു. വെരി സെയിം ഓവർറൈഡിങ് ഇഫക്ട് ഹാസ് ബീൻ ഗിവൺ ടു ദ SC/ST ആക്ട് അണ്ടർ സെക്ഷൻ 20. അവിടെ ഓവർറൈഡിങ് എഫക്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ലേറ്റസ്റ്റ് ലോ എടുക്കാം എന്ന് വെച്ചു, എടുക്കാം. അപ്പൊ അതിനകത്ത് മദ്രാസ് വ്യൂ ഉണ്ട്, പാറ്റ്ന വ്യൂ ഉണ്ട്, മധ്യപ്രദേശ് ഹൈക്കോർട്ടിന്റെ വ്യൂ ഉണ്ട്. അവിടെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ദ സബ്സീക്വന്റ് ഈവൻ ദോ SC/ST ആക്ട് ഈസ് ഓൾഡർ, ഇറ്റ് ഹാസ് അണ്ടർഗോൺ എ കംപ്ലീറ്റ് ചേഞ്ച് വെരി റീസെന്റ് അല്ലെ. വളരെ വാസ്റ്റ് ആയ അമെന്റ്മെന്റ്സ് വന്നു 2017-18. അപ്പോ ഏത് ലോ എടുക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വരും അല്ലെ. എന്നിട്ടും കോടതി പറഞ്ഞു അതിനകത്ത് അത്രയും അമെന്റ്മെന്റ്സ് ഒക്കെ വന്നെങ്കിലും ആ ലോ തന്നെ, ആ ലോ പോക്സോ ആക്ട് പ്രിവെയിൽ ചെയ്യുന്നു, അത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് എന്നുള്ള മീനിങ്ങിൽ പറഞ്ഞു.
അവിടെ നമുക്ക് വളരെ രസകരമായ ഒരു ഏരിയയും കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. You are familiar with section 13 of the Family Courts Act. Section 13 of the Family Courts Act says, notwithstanding anything contained in any other law for the time being in force, legal representation, right to legal representation of parties. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു ആസ് ഓഫ് റൈറ്റ് ലീഗൽ റെപ്രസെന്റേറ്റീവിനെ വെക്കാൻ ഫാമിലി കോർട്ടിൽ വക്കീലിനെ വെക്കാനുള്ള അവകാശമില്ല എന്ന് ആസ് ഓഫ് റൈറ്റ് ഇല്ല, കോടതിയുടെ പെർമിഷൻ വേണമെന്നുള്ള മട്ടിൽ പറഞ്ഞു. ഈ ആക്ട് വന്നത് എപ്പോഴാണ്? 1986 89 എങ്ങാണ്ടാണ് ഫാമിലി കോർട്ട്സ് ആക്ട് വന്നത്. അഡ്വക്കേറ്റ്സ് ആക്ട് അതിന് എത്രയോ മുമ്പ് വന്ന നിയമമാണ്. അഡ്വക്കേറ്റ്സ് ആക്ടിന്റെ സെക്ഷൻ 30 ലീഗൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രാക്ടീസ് ബിഫോർ എനി കോർട്ട് ഇൻക്ലൂഡിംഗ് ദ സുപ്രീം കോർട്ട് ആൻഡ് ട്രൈബ്യൂണൽ ഓർ എനി അതർ പേഴ്സൺ എന്ന് പോലും പറഞ്ഞിരിക്കുന്നത്. ഫാമിലി കോർട്ട്സ് ആക്ട് വന്ന് 84 അല്ലെ, 84 വന്നു. മറ്റേ അഡ്വക്കേറ്റ്സ് ആക്ട് 61 മറ്റോ വന്നു. അതില് റൈറ്റ് ടു പ്രാക്ടീസ്, അത് ഓർക്കുക, എനി പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. എനി പേഴ്സൺ കോമ്പീറ്റന്റ് ടു ടേക്ക് എവിഡൻസ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് പ്രൊവിഷൻ വാസ് നോട്ട് ഗിവൺ എഫക്ട് ടു അണ്ടിൽ റീസെന്റ് അല്ലെ, ഒരു 10 കൊല്ലം മുമ്പോ മറ്റോ ആണ് അതിനൊരു 2012 മറ്റോ ആണ് അതിന് ഇഫക്റ്റ് കൊടുത്തത്. അപ്പോ ഈ അഡ്വക്കേറ്റ്സ് ആക്ട് ഇനാക്ട് ചെയ്തപ്പോൾ സെക്ഷൻ 30 ഉൾപ്പെടെയുള്ള പ്രൊവിഷനുകൾ എപ്പോൾ നിലവിൽ വരണമെന്ന് ബൈ നോട്ടിഫിക്കേഷൻ തീരുമാനിക്കാം എന്ന് വെച്ചിരുന്നു. ആ നോട്ടിഫിക്കേഷൻ വന്നില്ല. The interesting thing is that Kerala High Court has interpreted section 13 of the Family Courts Act and Advocates Act. എന്നിട്ട് പറഞ്ഞു നോട്ടിഫിക്കേഷൻ അടുത്ത സമയത്താണ് വന്നത്, അതുകൊണ്ട് even though the Advocates Act is the older one, ഈ നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വന്നതുകൊണ്ട് section 30 will override Family Courts Act. അപ്പൊ അവിടെ ഓർക്കുക, ഞാൻ അതിന്റെ ആ ഒരു ജൂറിസ്പ്രുഡൻഷ്യൽ നൈസറ്റീസിനെ കുറിച്ച് പറയുകയാണ്. ഒരു നോട്ടിഫിക്കേഷന് അതായത് സബോർഡിനേറ്റ് ലെജിസ്ലേഷന്റെ ഭാഗമായ നോട്ടിഫിക്കേഷന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന് മേൽ ഓവർ റൈഡിങ് ഇഫക്റ്റ് കൊടുത്തു. അങ്ങനെയുമുണ്ട്. അപ്പൊ ഇത് വൈ ഐ ആം എംഫസൈസിങ് ഓൺ ദിസ് ഈസ് ഫോർ എക്സ്പ്ലെയിനിങ് ദാറ്റ് statutory interpretation is a complicated topic, is a complex subject, and there are no hard and fast rules. It is generally considered to be based on reported decisions, and hence unless we know its basics, our reading ability or our understanding ability of a new statute, even the familiar statute, will become reduced. But the tools of this particular area should be got familiarized by everyone, particularly especially the new entrants. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്ലീസ് ഡോണ്ട് കൺസിഡർ ദാറ്റ് ദിസ് ഈസ് ആൻ ഏരിയ വിച്ച് ഈസ് അസൈൻഡ് ഫോർ ലോയേഴ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്സ് അലോൺ. ഇറ്റ് ഈസ് ആൻ ഏരിയ വിച്ച് യു ഹാവ് ടു മാസ്റ്റർ മൈൻഡ് ഈവൻ ഇഫ് യു ആർ പ്രാക്ടീസിങ് ഇൻ ഓഫീഷ്യൽ കോർട്ട്. കാരണം നിങ്ങൾക്കറിയാം, ഒരുപാട് ഡിസിഷനുകൾ ഓഫീഷ്യൽ കോർട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ ഡിസിഷനിൽ വന്ന ഒരു പ്രൊപ്പോസിഷൻ ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതി എടുത്ത തീരുമാനം അല്ലെ മുനിസിപ്പൽ കോടതി എടുത്ത തീരുമാനം ജില്ലാ കോടതി തിരിച്ചു പറയും. അതിനെതിരെ ഹൈക്കോടതി ചെല്ലുമ്പോൾ ഹൈക്കോടതി ജില്ലാ മജിസ്ട്രേറ്റിന്റെ മുനിസിപ്പിന്റെ വ്യൂ ശരിവെക്കും. അൾട്ടിമേറ്റ്ലി സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി ഇത് റീട്രേറ്റ് ചെയ്തിരിക്കും. എങ്ങനെയാണ് കോടതിക്ക് ഈ വ്യൂവിലും മജിസ്ട്രേറ്റ് കോടതിക്ക് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ കറക്റ്റ് വ്യൂവിൽ എത്താൻ പറ്റിയത്? ജസ്റ്റിസ് HR കന്നയുടെ സെലിബ്രേറ്റഡ് വേർഡ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. റിഫ്ലക്റ്റഡ് ജഡ്ജ്മെന്റ്സ് ആർ ദ റിഫ്ലക്റ്റഡ് വിസ്ഡം ഓഫ് ബാർ. അപ്പോ ആ റിഫ്ലക്റ്റഡ് ഗ്ലോറി, നമ്മൾ ബാറിന്റെ റിഫ്ലക്റ്റഡ് ഗ്ലോറിയാണ് ജഡ്ജ്മെന്റ്സിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ബാർ, അൺലെസ് ദ ബാർ ഈസ് എക്വിപ്ഡ് വിത്ത് ഓൾ ദീസ് ടൂൾസ് ഇൻ ദ മാർച്ച് ഓഫ് ദിസ് നമ്മളെ ഈ ഡെവലപ്മെന്റില് നമുക്ക് ഒരുപാട് ലോയുടെ ഡെവലപ്മെന്റില് ജുഡീഷ്യൽ ലെജിസ്ലേഷന്റെ ഡെവലപ്മെന്റില് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാകും. സോ ഗെറ്റ് ഫെമിലറൈസ് വിത്ത് ദിസ്. And I hope that I am able to bring something into your mind, even though it is I am not able to completely cover it or give you some topics which goes into the depth of that. I know I have disappointed anyone, but hope that someone is got benefited. Thank you, and we will move to the next session, discussion session. Pramod. Yes, sir. Yes, sir. See, now participants can raise their hands so that the host can allow you to put the question. ഒരു സെക്കൻഡ്, ഇതിന്റെ ഇയർഫോണിനൊരു ഇതുണ്ട്, ഞാനൊന്ന് ഇത് വെച്ചോട്ടെ.
Yes, പറഞ്ഞോളൂ പ്രമോദ്. Yes. നിഷ കെ.പി. ചോദിച്ചു. അൺമ്യൂട്ടഡ് ആണ്, ചോദിച്ചു. Can I ask, sir? പറഞ്ഞോളൂ. എല്ലാവർക്കും ചോദിക്കാം. Okay, sir. With regard to Family Courts Act, what sir said just now, a notification is given effect, sir. Whereas, as you said earlier, in POSCO Act and the Preventive Corruption Act, even though the amendment is in the 2018, the amendment is not being given effect. Why so a notification is given such importance, sir, than amendment? അല്ല, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാനല്ല ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പർപ്പസീവ് ഇന്റർപ്രിട്ടേഷൻ എന്ന് വേണം നമുക്ക് പറയാം. കാരണം റൈറ്റ് ടു പ്രാക്ടീസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ്. അവിടെ റൈറ്റ് ടു പ്രാക്ടീസ് അഡ്വക്കേറ്റ്സ് ആക്ടിൽ വരുമ്പോൾ ഫാമിലി കോർട്സ് ആക്ട് അന്ന് നിലവിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഡിഫർ ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ നമുക്ക് നോർമൽ കോഴ്സിൽ നമ്മൾ ചിന്തിച്ചേനെ ഫാമിലി കോർട്സ് ആക്ട് വന്നപ്പോൾ ഇത് പോയി മിയർ നോട്ടിഫിക്കേഷൻ കൊണ്ട് അതിനെ എങ്ങനെ ഓവർറൈഡ് ചെയ്യാൻ നമുക്കൊരു സംശയം വരാം. പക്ഷേ ദ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ഹാസ് ടേക്കൺ എ ഡിസിഷൻ ആൻഡ് ഹാസ് ഗിവൺ പർപ്പസീവ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അറൈവ്ഡ് അറ്റ് സച്ച് എ കൺക്ലൂഷൻ. അപ്പൊ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ അത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് സ്കോപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ മാൻഡേറ്ററി പ്രൊവിഷൻ ആൻഡ് ഡയറക്ടറി പ്രൊവിഷൻസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് മാൻഡേറ്ററി പ്രൊവിഷൻ, ഹൗ വിൽ വി അണ്ടർസ്റ്റാൻഡ് എ പ്രൊവിഷൻ ആസ് മാൻഡേറ്ററി ഓർ ഡയറക്ടറി, അല്ലെ? എപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഷാൾ എന്ന് എഴുതിയാൽ മാൻഡേറ്ററി ആണോ ഡയറക്ടറി ആണോ? ഇതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് കൺഫ്യൂസിങ് ഏരിയ, അല്ലെങ്കിൽ ആർക്കും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ പറയാൻ പറ്റാത്തൊരു ഏരിയയാണ്. അതേപോലെയാണ് ഈ പറഞ്ഞതെല്ലാം നമുക്ക് ബൈ പ്രാക്ടീസ് ഇതിങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റും എന്നല്ലാതെ ഇതിനകത്തൊരു നിശ്ചിതമായ റൂൾസിൽ ഇതിനെ തളയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ഡയറക്ടറി ആൻഡ് മാൻഡേറ്ററി എന്നുള്ളതിൽ എല്ലാവരും പറയും കോൺസിക്വൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാൻഡേറ്ററി ആയിട്ട് കാണാം, കോൺസിക്വൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡയറക്ടറി ആയിട്ട് കൂട്ടണം എന്ന് പറയും. ബട്ട് ആക്ച്വലി ദാറ്റ് പ്രൊവിഷൻ ദാറ്റ് കൺസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ് ഹാസ് 3 exceptions. നമ്മൾ അതിലോട്ട് പോകുന്നില്ല, അതൊക്കെ ഒത്തിരി സമയം എടുക്കും. ഡിസ്കഷൻ സെഷൻ ആണല്ലോ. ഓക്കെ. പിന്നെ ഇതും പോക്സോയുടെ കാര്യം പറഞ്ഞല്ലോ. പോക്സോയുടെയും അതിന്റെ കാര്യത്തിൽ അവിടെ ജനറൽ ലോ സ്പെഷ്യൽ ലോ എന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. സെക്ഷൻ 20ൽ റീസെന്റ് അമെന്റ്മെന്റ് ഒന്നും വന്നില്ല എന്ന് കോടതികൾ കണ്ടു. കോടതി പറഞ്ഞു സെക്ഷൻ 42A ഈസ് എ ന്യൂ പ്രൊവിഷൻ, but even though SC/ST Act has been thoroughly amended in 2018, this particular provision 20, which contains the overriding clause, was left untouched. അപ്പൊ 42A പ്രൈമസി കൊടുത്തു. എന്നിട്ട് അതൊരു സ്പെഷ്യൽ ആക്ട് ആണ്, കൂടുതൽ സ്പെഷ്യൽ ആണെന്നുള്ള റീസൺ പറഞ്ഞു. ഓക്കെ. എനിവൺ എൽസ്? Hello, sir. പിന്നെ പറഞ്ഞോളൂ sir. Regarding the registration of a will, I have one doubt, sir. ഒറ്റ സെക്കൻഡ് ഞാൻ ഇതിനിടയിൽ ഒരാൾ എഴുതി കാണിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, അതിനൊരു വരി വന്ന് പറഞ്ഞോട്ടെ. ചോദിച്ചത് ഇതാണ്, റിട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. അത് എങ്ങനെ? അതൊരു വലിയ ടോപ്പിക്കാണ്. അത് അതിനൊറ്റ റൂള് പറയാം. നോർമലി എവരി സ്റ്റാറ്റ്യൂട്ട് if it gives any substantive right, it should be normally be presumed to be prospective. Substantive rights confer ചെയ്യുന്ന അല്ലെ സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഫിക്സ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടുകൾ, പീനൽ സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ പോലും, പീനൽ സ്റ്റാറ്റ്യൂട്ടിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, അത് നമ്മൾ പ്രോസ്പെക്റ്റീവ് ആയിട്ടാണ് കാണുന്നത് അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി പ്രൊവൈഡഡ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്. ഓർക്കുക, സബ്സ്റ്റാൻറ്റീവ് സ്റ്റാറ്റ്യൂട്ടുകളും വേണമെങ്കിൽ പ്രോസ്പെക്റ്റീവ് ആകാം, അല്ലാതെ പ്രോസ്പെക്ടിവിറ്റിക്ക് ലെജിസ്ലേഷന് അല്ലെ പാർലമെന്റിന് അധികാരമില്ല എന്ന് കരുതരുത്, ആവാം. But as far as it is procedure, if the statute is procedural statute, the normal presumption is that it has got a retrospective effect. Again, this is subject to another exception. Its exception is very well narrated in Hidendra Vishnu Thakur case, 1994 Supreme Court, Hidendra Vishnu Thakur. അത് നോക്കിയാൽ മതി. Procedural law generally retrospective ആണ്, പക്ഷേ at the same time അതിനും ഒത്തിരി എക്സെപ്ഷൻസ് ഉണ്ട്. അത് ഹിതേന്ദ്ര വിഷ്ണു താക്കൂറിലുണ്ട്. സോറി, കണ്ടിന്യൂ ചെയ്തോളൂ. Yes, sir. Hello, sir. Is it audible, sir?
Yes, perfectly. Sir, my doubt is the executor of the will is in hospitalized. So my doubt is it necessary that while the registrar is registering the will at hospital, the doctor's permission is required for establishing the executor's mental status, whether he is competent, is capable of executing the will? Is it necessary? In fact, I don't know. Sorry, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. Okay, sir. Yes. Thank you. Okay. സാറേ ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ്. സാറേ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സാറേ, പ്രൊസീഡിയറിൽ അതിന്റെ ബന്ധപ്പെട്ട രീതിയിൽ അമെൻഡ് ചെയ്യാതെ ഒരു സ്പെഷ്യൽ ലായിൽ ചില പ്രൊസീഡിയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത്. ഉദാഹരണത്തിന് മുൻകൂർ ജാമ്യം ചില കേസുകളിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു മനസ്സിലായി. വെരി നൈസ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇവിടെ കിട്ടി. അതായത് നമ്മളുടെ സബ്സ്റ്റാൻറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ലോയുടെ കംപ്ലീറ്റ് കോഡ് നമ്മൾ വിശ്വസിക്കുന്ന CRPC അമെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൽ ആ പ്രൊസീജിയർ ലോയെ സംബന്ധിച്ച് ഒരു ഇൻസിഡന്റൽ എനാക്ട്മെന്റ് കൊണ്ടുവന്ന് ഒരു മേജർ പ്രൊവിഷനെ ഇല്ലായ്മ ചെയ്യുന്നു, അല്ലെ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓർക്കുക, പാർലമെന്റിന്റെ വിൽ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഇന്റൻഷൻ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഓരോ എനാക്ട്മെന്റും, അല്ലെ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതാൻ ആഗ്രഹിക്കുന്നു. ആ ലെറ്റർ വേണമെങ്കിൽ നമുക്ക് പേപ്പറിൽ എഴുതാം, സ്ലേറ്റിൽ എഴുതാം, നമുക്ക് വേണമെങ്കിൽ മണ്ണിൽ എഴുതി കാണിക്കാം, അല്ലെ? അന്തരീക്ഷത്തിൽ വേണമെങ്കിലും എഴുതി കാണിക്കാം. എന്ന് പറയുന്നത് പോലെ ലെജിസ്ലേച്ചറിന് ഒരു കാര്യം പറയാൻ ഏത് ടൂളും ഉപയോഗിക്കാം. ഏത് വെഹിക്കിളിലൂടെയാണേലും അതിന്റെ ഐഡിയ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഇനി ഇവിടെ ചെയ്യാതെ അവിടെ ചെയ്തു എന്നതിന്റെ പേരിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അതും സെറ്റിൽഡ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് പലയിടത്തും വന്നിട്ടുണ്ട്. പലരും സാറേ ഒരു കാര്യം, ഇപ്പൊ കോടതിക്കുള്ള ഒരു അധികാരമാണ് ഈ പ്രൊസീജിയർ ലാ അനുസരിച്ച് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കാനുള്ള ഒരു അധികാരമാണ് ഈ സ്പെഷ്യൽ ലാ അനുസരിച്ച് ഇല്ലാതാക്കിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ആ അധികാരം കോടതിക്ക് ആര് തന്നതാണ്? പാർലമെന്റ് തന്നതാണ്, ത്രൂ CRPC. അപ്പൊ പാർലമെന്റിന് വേണമെങ്കിൽ CRPCയിലെ 438 എടുത്ത് കളയാം. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും UPയോ എവിടേക്കോ CRPCയിലെ 438 കളഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർലമെന്റിന് അതിനുള്ള അധികാരം ഉള്ളിടത്തോളം അവരതൊരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവരുമ്പോൾ അതിലത് തിരിച്ചു പറയുന്നതിന് ഒരു തെറ്റുമില്ല. നമ്മൾ അംഗീകരിക്കേ പാടുള്ളൂ, അംഗീകരിക്കാനേ പാടുള്ളൂ. അതേ പറ്റുള്ളൂ. അതെ. താങ്ക് യു സാർ. ഓക്കെ. Sir, good evening, sir. Good evening. Sir, General Clause Actന്റെ ഇമ്പോർട്ടൻസ് എന്താ സർ? ഈ ഇന്റർപ്രിട്ടേഷൻ ആക്ടില് ജനറൽ ക്ലോസ് ആക്ടിന് വളരെ വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പക്ഷെ നമുക്ക് അത് മാത്രമായിട്ട് 1-2 സെഷൻസ് പറയേണ്ടി വരും. പിന്നെ സെക്ഷൻ 6 ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നേരത്തെ ചോദിച്ച എങ്ങനെയാണ് ഇതിന്റെ റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റ്യൂട്ട് റിപ്പീൽ ചെയ്യുമ്പോൾ അതെങ്ങനെ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന റൈറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നോർമലി ഒരു സ്റ്റാറ്റ്യൂട്ട് റിപ്പീൽ ചെയ്യപ്പെടുമ്പോൾ ഓൾറെഡി അക്വയർഡ് റൈറ്റ്സിനെ അത് ബാധിക്കത്തില്ല, അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി പ്രൊവൈഡഡ്. എടുത്തു പറഞ്ഞില്ലെങ്കിൽ റിപ്പീൽഡ് എനാക്ട്മെന്റ്സിന്റെ മൂലം ഓൾറെഡി അക്വയർ ചെയ്ത റൈറ്റുകൾ അല്ലെങ്കിൽ ആ റൈറ്റുകളെ ആ മൊമെന്റിൽ ക്രിസ്റ്റലൈസ് ചെയ്തതായിട്ട് നമ്മൾ കൂട്ടാം. ഇപ്പൊ ഒരു പ്രൊസീജിയറൽ ലോയിലാണെങ്കിൽ പോലും ചില റൈറ്റുകൾ ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡേറ്റ് വെച്ച് നമുക്കത് പ്രൊട്ടക്ട് ചെയ്ത് കിട്ടും എന്ന് പറയാം. എന്നാൽ ചില റൈറ്റുകൾ കിട്ടത്തുമില്ല. കാരണം ഇപ്പൊ അപ്പീൽ പോലുള്ള ചില കാര്യങ്ങളിലൊക്കെ തിരിച്ചും പറയാറുണ്ട്. അപ്പൊ അത് ഒത്തിരി അതൊരു ലാർജ് ടോപ്പിക്, നമുക്ക് ഇപ്പം ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ദിലീപ് ഗുഡ് ഈവനിങ്. എന്റെ സംശയം 451 457 കൂടിയുള്ള കമ്പാരിസൺ പറഞ്ഞിട്ടാണ്. ഈ 457 what makes it conspicuous is that the seizure has been reported by the police officer to a magistrate. അതെ, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം മറ്റേ മാത്രമാണ്. അപ്പോൾ it has already been reported to a magistrate but not used for some reason or other. അതെ, also this court has power എന്നല്ലേ ഉള്ളൂ, അല്ലാതെ എക്സാക്ട്ലി നമുക്ക് അതിനെ നമ്മള് പോപ്പുലർ വ്യൂ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ 457 ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് വായിക്കുന്നത്. ഈവൻ ദ ഡിവിഷൻ ബെഞ്ച്, ഈ പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് ഹാസ് റെഡ് ദാറ്റ് പ്രൊവിഷൻ ഇൻ ദ വെരി സെയിം മാനർ.
ഇപ്പൊ മിസ്റ്റർ ദിലീപ് പറഞ്ഞ പോലെ തന്നെയാണ് എക്സാക്ട്ലി അതിനെ വായിച്ചത്. പക്ഷേ ഞാനിത് പറഞ്ഞത് ഇൻ ഓർഡർ ടു നറേറ്റ് ദ ബ്യൂട്ടി ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓർ ടു ഷോ ദ സ്കോപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. 457, if we read 457 in its literal sense, we should consider it as a provision providing that though the police has reported seizure of vehicle or property to the magistrate, but it was not produced during inquiry or investigation, inquiry or trial, then the court can, even if it is not produced, court can release it എന്നാണ് ആ പ്രൊവിഷനിൽ നമ്മൾ കാണാറ്. അങ്ങനെ തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത്. പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ആ 87 ഡിസിഷൻ ഒന്ന് വായിക്കണം. 87 ഡിസിഷൻ അദ്ദേഹത്തിന്റെ, ഞാൻ പറഞ്ഞ ശങ്കരൻ നായർ, അതിൽ പറഞ്ഞു റിപ്പോർട്ട് ചെയ്തത് ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ഇഷ്യൂ. അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് കോൾ ഫോർ ചെയ്താൽ റിപ്പോർട്ട് ചെയ്തത് പോലെ ആകുമെന്ന് കേരള ഹൈക്കോർട്ട് പറഞ്ഞു. അതല്ലെങ്കിൽ പെറ്റീഷൻ കൊടുത്ത് വാഹനം എനിക്ക് വിട്ടുതരണം എന്ന് പറയുന്ന ആ പെറ്റീഷനെ തന്നെ ഒരു റിപ്പോർട്ടായിട്ട് കാണാമെന്നും പറഞ്ഞു. അതൊക്കെ മറ്റൊരു ഇഷ്യൂ. അവിടെ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഇൻക്വയറി ഓർ ട്രയൽ എന്ന വാക്ക്, ആ വാക്കിന്റെ അർത്ഥം നോട്ട് പ്രൊഡ്യൂസ് ഡ്യൂറിങ് എൻക്വയറി ഓർ ട്രയലിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന മീനിങ്ങിനപ്പുറം പ്രൊഡ്യൂസ് ചെയ്യാത്തത് എൻക്വയറി, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, പ്രൊഡ്യൂസ് ചെയ്യാത്തത് എൻക്വയറി സമയത്തോ ട്രയലിന്റെ സമയത്തോ അല്ലാത്ത കേസുകളിൽ എന്ന് ഹൈക്കോടതി വായിച്ചു. അതെ, അത് മനസ്സിലായി. അപ്പം അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ 451 ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള വാക്കില്ല, ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള വാക്കില്ല. അപ്പൊ ഇങ്ങനെ വായിച്ചിട്ട് ഇവര് പറഞ്ഞു ഇൻക്വയറിയിലും ട്രയലിലും അല്ലാത്തപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തത് ഇതിൽ വരും, അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത് വരും എന്ന പർപ്പസീവ് ഇന്റർപ്രിട്ടേഷൻ എടുത്തു. ഇതിനകത്ത് സെക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് റിപ്പോർട്ടഡ് ടു ദ മജിസ്ട്രേറ്റ് but not produced before the trial court or the court which conducts the inquiry or trial. യെസ് ദിലീപ്, ഞാനിത് പറഞ്ഞത് തന്നെ എക്സാക്ട്ലി ഈ ഒരു പർപ്പസിനാണ്. നമ്മൾ എത്ര തവണ വായിച്ചാലും നമുക്ക് ഇത് അങ്ങനെ കാണാൻ പറ്റൂ. പക്ഷേ the very same provision was read by Calcutta 1968 in Calcutta High Court, 1978 by Kerala High Court Justice Narayana Pilla, 1987 by Justice Shankaran Nair. അവരെല്ലാം പർപ്പസീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ട് തിരിച്ചു വായിച്ചു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് quoting Supreme Court decision in 1978 held that 457 is a provision which can be applied only at a final stage. കാരണം അവിടെ ഒരു ഇന്ററിം അറേഞ്ച്മെന്റ് എന്നുള്ള വാക്ക് അവിടെ പറയുന്നില്ല. 451 പെൻഡിങ് കൺക്ലൂഷൻ ഓഫ് ഇൻക്വയറി ഓർ ട്രയൽ എന്ന വാക്കുണ്ട്. 457 ഇന്ററിം അറേഞ്ച്മെന്റ് എന്നില്ല. തന്നെയുമല്ല അതിനകത്ത് സെയിലിനുള്ള ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്, സെയിലിനുള്ള. ഇത് രണ്ടും ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഇതൊരു അൾട്ടിമേറ്റ് ഫൈനൽ ഡിസ്പോസലിന്റെ സമയത്തുള്ള ഒരു കാര്യം പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പം ആ ടോപ്പിക് നമുക്ക് ഡിഫറെന്റ് ഇഷ്യൂ, ഞാനിത് അതിന്റെ ആ ബ്യൂട്ടി പറഞ്ഞതാണ്. ഹലോ രാജേഷ്, എന്തുണ്ട് രാജേഷ്? ജൂനിയർ ജസ്റ്റിസ് ലായുടെ ഇത് പറഞ്ഞത് 2013 സുപ്രീം കോടതി ഡിസിഷൻ പറഞ്ഞത്, ഡിസിഷൻ ഏത് ഇതിന്റെയാന്ന് പറഞ്ഞില്ല. പിന്നെ സെക്ഷൻ 13 ഫാമിലി കോഡിലോട്ടാ പോയത്. പിന്നെ ഏത് അതിന്റെ സൈറ്റേഷൻ വേണോ? തരാം. ഞാനൊരു കാര്യം ചെയ്യാം, അത് ഞാൻ പ്രമോദിന് കൊടുക്കാം. ഞാൻ ഇനിയും ഈ നോട്ട് മുഴുവൻ നോക്കേണ്ടി വരും. അതായത് ജസ്റ്റിസ് സദാശിവം ആണ് ആ ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടാഡായും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും തമ്മിലുള്ള. ഓക്കെ, കേൾക്കാം അനു, പറഞ്ഞോളൂ. എനിക്ക് രണ്ട് സംശയങ്ങളാണുള്ളത്. ഒന്ന് 451 സംബന്ധിച്ചും പിന്നെ ഉള്ളത് ബില്ലിന്റെ 63 സംബന്ധിച്ചുമാണ്. 451 സംശയം എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊക്കെ ഞാൻ ഇൻസിഡന്റലി പറഞ്ഞതാണ്. അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, എന്നാലും ചോദിച്ചോളൂ. സാർ, ഈ 451 സംശയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ എൻറ്റിൽ ഒബ്ജക്റ്റ് സീസ് ചെയ്യുമ്പോൾ
നമുക്ക് പിന്നെ സാർ പറഞ്ഞ 451 ഫയൽ ചെയ്യാം, ഈവൻ ഇത് പിന്നെ കോടതി മുമ്പാകെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും. അതെ, അല്ല അത് 457. എന്റെ സംശയം, ഈ ഒരു പിന്നെ ക്രൈം എടുക്കാതെയാണ് പിന്നെ പോലീസ് ഒരു വെഹിക്കിൾ സീസ് ചെയ്തിട്ടിരിക്കുന്നെങ്കിൽ നമുക്ക് സെർച്ച് മാത്രമല്ലേ മൂവ് ചെയ്യാൻ പോയി? അതെ 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 അതെ, അതാണ് അതിന്റെ ശരി. കാരണം അതാണ് പ്രാക്ടിക്കലി ഉള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഒരു ക്രൈം ഫോർമലി ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും, if that seizure is in part of investigation or that forms part of an investigation, then 451 by the way in which the division bench has given interpretation, 451 വന്നു എന്നും പറയാം. അതായത് ഇപ്പൊ ആന്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്യണമെങ്കിൽ ക്രൈം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ, അറിയാമല്ലോ, അപ്രിഹെൻഷൻ മതി. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ രജിസ്ട്രേഷൻ ഓഫ് FIR ആയിരിക്കും. But in pristine law, investigation can be started even without registering FIR. അല്ലേ? എന്തിനാ FIR രജിസ്റ്റർ ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ പലതും കാണാറില്ല, അബ്കാരി കേസുകളിലൊക്കെ കാണുന്ന പോലെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ തുടങ്ങുകയാണ് ആക്ച്വലി. അപ്പൊ അതുപോലെ what is authority of police officer to seize a vehicle? Police officer gets that authority as part of investigation. അല്ലെ വല്ല സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന സ്പെഷ്യൽ പ്രൊവിഷൻ വെച്ചാണെങ്കിൽ ഓക്കെ, അല്ലാതെയാണെങ്കിൽ he can seize a vehicle only, he can meddle with the right to property of a person only in the manner in which the statute has prescribed it. അതെപ്പോഴാ എങ്ങനെയാണ്? That is a way in which CRPC provides. CRPC അയാളെ സീസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 100, 102 ഈ പ്രൊവിഷനിലൊക്കെ പറയുന്ന പോലുള്ള രീതിയിലാണ്. 165 അല്ലെ, ആ സെക്ഷൻ 165 ആ പ്രൊവിഷനുകളിലൊക്കെ പറയുന്ന പോലെ സീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സീസ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിരിക്കും. ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടാണെങ്കിൽ 451 അവിടെ വന്നു. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെർച്ച് എന്നുള്ള ഓപ്ഷനും ഡെഫിനറ്റ്ലി ഉണ്ട്. ടി നമ്പറില്ലാതെ മിക്ക കോടതികളും എടുക്കുകയില്ല, അങ്ങനെ ഒരു ഡിഫിക്കൽറ്റിയും കൂടെ ഉണ്ട്. അത് വേറെ വിഷയം. അടുത്തൊരു സംശയം 63 ബന്ധപ്പെട്ടതാണ് ബില്ലിന്റെ. അതിനകത്ത് 2 എക്സിക്യൂട്ടന്റ്, 2 പിന്നെ വിറ്റ്നസിന്റെ മുമ്പിൽ വെച്ചാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ് എങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആ ബില്ല് എക്സിസ്റ്റൻസിൽ വരികയും പിന്നെ എക്സിസ്റ്റൻസിൽ വരും. അപ്പൊ എന്റെ ഒരു സംശയം, 2 വിറ്റ്നസിൽ അതർ വിറ്റ്നസിനെ നമ്മൾ റിബർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് ഒരാൾ എതിർന്നാൽ മാൻഡേറ്ററി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണോ? അതാണ് ഞാൻ ഈ പറഞ്ഞ ഡിസിഷനിൽ അതിന്റെ ഇതെല്ലാം ഉണ്ട്. ജസ്റ്റിസ് ഹരിപ്രസാദ് ആൻഡ് അനിൽകുമാർ സാർ രണ്ടുപേരുടെയും 2019 അതിൽ ഈ വിഷയങ്ങളെല്ലാം ഉണ്ട്. അതായത് ഒരു സാക്ഷി വന്നിട്ട് ഇങ്ങനെ പറയുന്നു, മറ്റേ സാക്ഷിയെ നിങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് അയാൾ തിരിച്ചു പറയുന്നു, അല്ലെ? അതല്ലേ ഉദ്ദേശിച്ചേ? അതെ. അപ്പൊ അവിടെ ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസ്പ്യൂട്ടഡ് ഫാക്ട്, ഇതും ഒരു ഡിസ്പ്യൂട്ടഡ് ഫാക്ട് ആണ്. ഒരു സാക്ഷി വന്നിട്ട് 63C കംപ്ലയൻസ് പറയുന്നു. അയാൾ പറയാണ്, ഞാൻ ഒപ്പിടാൻ ചെല്ലുമ്പോൾ ഈ വില്ല് എക്സിക്യൂട്ട് ചെയ്ത ആൾ അവിടെ ഉണ്ടായിരുന്നു, സദാശിവ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, അയാൾ ഒപ്പിടുന്നത് ഞാൻ കണ്ടു, ഞാൻ എന്റെ താഴെ ഒപ്പിട്ടു. അപ്പോൾ അവിടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന 2ാമത്തെ സാക്ഷിയും ഉണ്ടായിരുന്നു, അത് അയാള് മറ്റേ ആൾ ഒപ്പിടുമ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ താഴെ അയാൾ ഒപ്പിട്ടു എന്ന് പറയുന്നു. പറഞ്ഞപ്പോ ഇയാളാണ് പറഞ്ഞതെങ്കിലും അവിടെ കോടതി ഇങ്ങനെ പറയുന്നുണ്ട്, the best evidence as to the proper attestation of the second witness is no doubt the evidence of the second witness, but however the same fact can be spoken to by the first witness as well. അവിടെ പിന്നെ കോടതിയുടെ അപ്രീസിയേഷൻ ആണ് കോടതിയുടെ മുമ്പിലുള്ളത്. ഇയാൾ ഇങ്ങനെ പറയുന്നു, മറ്റേയാൾ വന്ന് ഹോസ്റ്റലായി അല്ലെങ്കിൽ മറ്റേയാൾ വന്ന് തിരിച്ചു പറയുകയാണെങ്കിൽ കംപ്ലയൻസ് ഓഫ് സെക്ഷൻ 63C ഈസ് പ്രൂവ്ഡ് ഓർ നോട്ട് എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് സാക്ഷിയെ വിശ്വസിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് അതിന്റെ ആൻസർ ഇല്ല. അപ്പൊ അവിടെ സ്കോപ്പ് ഉണ്ട്, ബില്ല് പോയി എന്ന് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്രോസ് എക്സാമിനേഷൻ. ഇഫ് യു ആർ ക്രോസ് എക്സാമിനിങ് ദാറ്റ് വിറ്റ്നസ്, സംടൈംസ് ഇങ്ങനെ സംഭവിച്ചെന്നിരിക്കാം, നിങ്ങൾക്ക് അത് പൊളിക്കാൻ പറ്റുന്നിരിക്കാം. പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ താങ്ക് യു സർ. ഓക്കെ. ഈ സ്പെഷ്യൽ ഇനാക്ട്മെന്റില് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യണം. എങ്ങനെ അതിനെ പറ്റിയിട്ടൊന്ന് പറയാം? അതായിരുന്നു നേരത്തെ വന്ന ഒരു ചോദ്യം. അതായത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് പറയാത്തിടത്തോളം ഓർഡിനറിലി ഇറ്റ് ഷുഡ് ബി പ്രിസ്യൂം ടു ബി പ്രോസ്പെക്റ്റീവ്
if the special enactment or any enactment, if that enactment deals with substantive rights, substantive law ആണതെങ്കിൽ നമ്മൾ അതിനെ പ്രോസ്പെക്റ്റീവ് ആയിട്ട് കാണണം. അത് വന്ന ഡേറ്റ് തൊട്ട് അതിന് നിലവിൽ വന്നതായിട്ട് കാണണം. എന്നാൽ if it deals with procedural laws, or if certain provisions in the very same statute deals with procedural law and other provisions deal with substantive provisions, then those provisions which deal with procedural law will be deemed to be retrospective, and those provisions which create some substantive rights or confer some substantive obligations, those provisions will be considered as prospective. അവിടെ തന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രിൻസിപ്പിളും ഉണ്ട്. ഈ റിട്രോസ്പെക്റ്റീവ് ഓർ പ്രോസ്പെക്റ്റീവ് എന്നത് കൂടാതെ വെദർ ഇറ്റ് ഈസ് റിട്രോ ആക്റ്റീവ് എന്ന ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്. റിട്രോ ആക്ടിവിറ്റി ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള നല്ലൊരു മാർഗം ബിനാമി ട്രാൻസാക്ഷൻസ് പ്രൊഹിബിഷൻ ആക്ടിലെ ജസ്റ്റിസ് ചിദംബരേഷ് സാറിന്റെ ഒരു ഡിസിഷൻ, അതിൽ 2 സുപ്രീം കോടതി ഡിസിഷൻ കോട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് റിട്രോ ആക്റ്റീവ് എന്നുള്ളത്. അതിന് കേരള ഹൈക്കോർട്ടിന്റെ ഒരു വേറൊരു ഡിസിഷൻ കൂടെ വേണേ പറയാം. ജസ്റ്റിസ് സതീശ് സൈറ്റേഷൻ എനിക്ക് കാണാതെ അറിയില്ല, ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്. ചിദംബരേഷ് സാറിന്റെ ബിനാമി ട്രാൻസാക്ഷൻസ് പ്രൊഹിബിഷൻസ് ആക്ടിലെ ഡിസിഷനാണ്. റിട്രോ ആക്റ്റീവ് എന്താണ് റിട്രോ ആക്ടിവിറ്റി എന്നുള്ളത് അതിലുണ്ട്. പിന്നെ സതീശേന്ദ്ര സാറിന്റെ വേറൊരു ഡിസിഷൻ ഉണ്ട്. കസ്റ്റംസ് ആക്ടിലെ ഒരു പ്രൊവിഷൻ 85 മറ്റോ, earlier it was bailable, subsequently it was declared as non bailable. അപ്പോ ഈ ആക്ട് ഈ അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പ് നടന്നു പോയ ഒരു ഒഫൻസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് അമെന്റ്മെന്റിന് ശേഷമാണ്. അങ്ങനെ അമെന്റ് ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്തപ്പോൾ അത് ബെയിലബിൾ ആയിട്ട് കൂട്ടണോ നോൺ ബെയിലബിൾ ആയിട്ട് കൂട്ടണോ? വാട്ട് ഡു യു സേ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ബെയിലബിൾ ആയിരുന്നു ഒറിജിനലി, സബ്സീക്വന്റ്ലി നോൺ ബെയിലബിൾ ആക്കി. പക്ഷെ ഇയാൾ കുറ്റം ചെയ്തത് ബെയിലബിൾ ആയിരുന്ന സമയത്താണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അത് ബെയിലബിൾ ആയിട്ട് കൂട്ടണോ നോൺ ബെയിലബിൾ ആയിട്ട് കൂട്ടണോ? അത് ബെയിലബിൾ ആയിട്ട് കൂട്ടണം. അതാണ് അതിന്റെ എല്ലാ ഫെയർനെസ്സിലും നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷെ കൂട്ടണം. പക്ഷേ following the principles laid down by the Honorable Supreme Court in Hidendra Vishnu Thakur 1994 Supreme Court, അതിന്റെ സൈറ്റേഷൻ വേണം ഞാൻ തരാം, ഞാൻ എഴുതി വെച്ചിരുന്നു. അപ്പോ the Kerala High Court by His Lordship Justice Sadish Chandran held that this is retroactive. This provision is retroactive and hence it applies to the offense which was already completed എന്ന് പറഞ്ഞു. 1994 ഹിതേന്ദ്ര വിഷ്ണു താക്കൂർ. ഇപ്പൊ നിങ്ങൾ സൈറ്റേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ ഒരു ടെൻഷനും വേണ്ട. ജസ്റ്റ് ഗൂഗിൾ കയറിയിട്ട് ഹിതേന്ദ്ര വിഷ്ണു താക്കൂർ എന്ന് അടിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഹിതേന്ദ്ര വിഷ്ണു താക്കൂർ വേഴ്സസ് എന്നടിച്ചിട്ട് എൻ്റർ ചെയ്താൽ ഇന്ത്യൻ കാനൂണിലെ ഡിസിഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻസ് ആക്ട് ജസ്റ്റിസ് ചിദംബരേഷ് എന്നടിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഇത്രയുമേ ഉള്ളൂ. അപ്പൊ അതിലെ ഈ ഒരു ഡൗട്ട് കൂടി, അതിലെ ഈ പിന്നെ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ഉള്ളതിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതില് ഈ ഡോക്യുമെന്റുകൾ പിന്നെ മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് അല്ല, അത് അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അതിലെ സെക്ഷൻ 21 മറ്റോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഇതിന് ശേഷം നിലവിൽ വന്നാന്ന് പറയുന്നുള്ളൂ. അത് സെറ്റിൽഡ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ആന്റണി ഡൊമിനിക് സാറിന്റെ ഡിസിഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഈ ആക്ട് നിലവിൽ വന്ന ശേഷമുള്ളതെന്ന് വ്യക്തമാണ് ആ സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ. അതിൽ ആന്റണി ഡൊമിനിക് സാറിന്റെ ഡിസിഷൻ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ഓർമ്മ. അതിനകത്ത് പക്ഷെ ഈ മെയിൻ്റനൻസിനുള്ള പ്രൊവിഷൻസ് എടുത്തു പറയണം എന്ന് നിർബന്ധമില്ല. അത് ഓറൽ എവിഡൻസിലൂടെ പ്രൂവ് ചെയ്യാമെന്ന് വന്നു. അത് ജസ്റ്റിസ് മുഷാഖ് സാറിന്റെ ഡിസിഷൻ അറിയായിരിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. സർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർ. സർ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഇന്റർകൽ ലെക്സി കേസ് ഉണ്ടല്ലോ സർ, അതിൽ സർ സുപ്രീം കോർട്ടിന്റെ ഒരു പാർട്ട് ഇവിടെയും കണ്ടക്ട് ചെയ്തു, സെക്കൻഡ് പാർട്ട് ഇറ്റലിയിലുമാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത്. രണ്ടും ഡിഫറെന്റ് ജൂറിസ്ഡിക്ഷനും രണ്ടും ഡിഫറെന്റ് ആസ്പെക്ട്സുമാണ്.
അതെ സർ. പക്ഷെ അത് 12 നോട്ടിക്കൽ മൈൽസിന് അപ്പുറം വെച്ചാണ് ഇൻസിഡന്റ് നടന്നെന്നാണ് ഇറ്റലി അവരുടെ ഡിഫൻസ്. അതെ. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഏത് ലോ ആണ് അവർക്ക് പ്രിവെയിൽ ഉണ്ട്? അപ്പം സുപ്രീം കോടതി ഇപ്പൊ കോമ്പൻസേഷൻ കൊടുത്തപ്പോൾ അത് ഇവിടെ ക്ലോസ് ചെയ്യാന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ട്രയൽ ഇത് സംബന്ധിച്ചുള്ള ലോ നേരത്തെ തന്നെ നമ്മൾ ജസ്റ്റിസ് അൽമാസ് കബീറും ജസ്റ്റിസ് ചലമേശ്വർ സാറും അവരുടെ ഡിവിഷൻ ബെഞ്ച് അത് സുപ്രീം കോടതി അന്ന് 2013 അത് സെറ്റിൽ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞു ഈ 200 നോട്ടിക്കൽ മൈൽ വരെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് എന്നതായിരുന്നല്ലോ നമ്മൾ കേസെടുക്കാനുള്ള തർക്കം. അപ്പൊ അതിൽ എൻട്രിക്കൽ ലെക്സിയിൽ അവർ പറഞ്ഞ തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നമുക്ക് മീൻ പിടിക്കാനും മറ്റ് ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു ഒഫൻസ് ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇന്ത്യ എന്ന സോവറീൻ കൺട്രിയുടെ ഭാഗമായിട്ട് ഡീൽ ചെയ്യാൻ 12 നോട്ടിക്കൽ മൈലിലെ പറ്റൂ. 200 നോട്ടിക്കൽ മൈൽ വരെ ഈ പറഞ്ഞ ധാതു സമ്പത്ത് എടുക്കാനുള്ള അവകാശം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പീനൽ ലോയെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള തർക്കത്തെ അത് ഈ ജസ്റ്റിസ് ചലമേശ്വർ അത് തള്ളിയാണ് ആ ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഇത് മറ്റേ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഇന്റർനാഷണൽ ട്രൈബ്യൂണലിന്റെ ഡിസിഷനെ സുപ്രീം കോടതി അംഗീകരിച്ചു. അങ്ങനെയൊക്കെ വന്നതാണല്ലോ. അതെ. അല്ല, പീനൽ പ്രൊവിഷൻ ഇപ്പം ഇറ്റലിയിൽ പ്രൊസീഡ് ചെയ്യണമെന്നാണ് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള. അതെ, അവിടെ ക്രിമിനൽ കേസ് അവർക്കെതിരെ മൂവ് ചെയ്യും. അപ്പൊ അതില് കോൺഫ്ലിക്റ്റ് ലോ എന്നൊരു ഇഷ്യൂ വരുന്നുണ്ടോ സാർ? ഇല്ല, വരുന്നില്ല. കാരണം നമുക്ക് സെക്ഷൻ 4 IPC സെക്ഷൻ 3 പറയുന്നുണ്ടല്ലോ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ഫോറിൻ കൺട്രിയിൽ വെച്ചൊരു ഒഫൻസ് ചെയ്താൽ അത് ഇന്ത്യയിൽ കമ്മിറ്റ് ചെയ്ത പോലെ ട്രൈ ചെയ്യാന്ന് പറയുന്നില്ലേ? അതേപോലെ ഒരു ലോ അവർക്കുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. തന്നെയുമല്ല, കപ്പലിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം അറിയാലോ. കപ്പൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ് ലാൻഡിന്റെ ഒഴുകി നടക്കുന്ന ഇന്ത്യയാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ. Thank you, sir. Thank you very much. Okay, thank you. Okay, sir. Okay, Pramod, thank you. One second, sir. നല്ല ക്ലാസ് ആയിരുന്നു. തീർച്ചയായും ചാറ്റ് ബോക്സിൽ എന്റെ റിഫ്ലക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഒരു ജനറൽ ടോപ്പിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമായിരുന്നു. കോളേജിലെ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് എയ്ഡ് പഠിച്ച് പരീക്ഷ എഴുതിയതിനപ്പുറം എന്റെ സാധ്യത കുറച്ചുകൂടി വളരെ വിശാലമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ ക്ലാസ് 56ാമത്തെ ദിവസം ശ്രീ KT ശങ്കർ സാറാണ്, ഫോമർ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള. ലിമിറ്റേഷൻ ആക്ടിന്റെ 9ാമത്തെ പാർട്ടായിട്ടാണ് സാർ എടുക്കുന്നത്, സെക്ഷൻ 22 ശേഷമുള്ള പാർട്ട്. സോ once again expressing my sincere thanks to each one of you who are present even at this time, and see you tomorrow by 7 PM. Thank you very much. Thank you.